17, 18, 19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായർ 11-ന്റെ 17, 18, 19. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ, ഈ വാക്യങ്ങളെല്ലാം തുടങ്ങുന്നത് ബൈ ഫെയ്ത്ത് എന്നുള്ളതാണ്. വിശ്വാസത്താൽ അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. തന്റെ ഏകജാതനെ അർപ്പിച്ചു. ആ പദങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒന്ന് യാഗം അർപ്പിച്ചു, രണ്ട് ഏകജാതനെ അർപ്പിച്ചു, മൂന്ന് തിരികെ പ്രാപിക്കുകയും ചെയ്തു. വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് ഇവിടെ കാണുന്നത്. ഒന്ന് യാഗം അർപ്പിച്ചു, ഏകജാതനായെന്നോർത്ത് പിടിച്ചു വെക്കാതെ ഏൽപ്പിച്ചു കൊടുത്ത് അർപ്പിച്ചു. അവസാനമായി പറയുന്നു തിരികെ പ്രാപിക്കുകയും ചെയ്തു. വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ വെളിപ്പെടുന്നത്. വിശ്വാസ യാത്രയിൽ നമുക്കുണ്ടാകുന്ന അടുത്തൊരു ഘട്ടമാണ്. നാം ഇങ്ങനെ യാത്ര ചെയ്ത് ആത്മാവിന്റെ യാത്ര വിശ്വാസ യാത്രയായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസ യാത്രയിൽ ഉണ്ടാകുന്നതാണ് പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇന്ന് രാവിലത്തെ ചിന്താ വിഷയം. ഫെയ്ത്ത് നോട്ട് ടെസ്റ്റഡ് കനോട്ട് ബി ട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെടാത്ത വിശ്വാസം വിശ്വസിക്കാനുള്ള വിശ്വാസമല്ല. എനിക്ക് വിശ്വാസമുണ്ട്. സോ നമ്മളിങ്ങനെ സാധാരണ പറയാറുണ്ട്, when the rubber meets the road it knows what kind of how it is. ഒരു ടയർ വാങ്ങിച്ചിട്ട് ഷോക്കേസിരുന്ന കുഴപ്പമില്ല, അത് വണ്ടിയിൽ ഇട്ടിട്ട് റോഡിൽ കൂടെ ഓടുമ്പോഴാണ് ആ റബ്ബറിനും അതിൽ പ്രയോജനമുണ്ടോ, മീറ്റ്സ് ദ റോഡ്, അവിടെ മുട്ടുമ്പോഴാണ് ആ ഫ്രിക്ഷൻ വരുമ്പോഴും ആ ഗട്ടറുകളും ആ ഹമ്പും ആ വാലീസൊക്കെ വരുമ്പോഴാണ് ഈ ടയറിന് പ്രത്യേകത അറിയുന്നത് പോലെ തന്നെ നമ്മുടെ വിശ്വാസം മാറ്റുരയ്ക്കുന്നത് പരീക്ഷണ ഘട്ടങ്ങളിലാണ്. അത് മനസ്സിലാക്കണം. എനിക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്, ഹൗ ഡീപ് ഇസ് മൈ ഫെയ്ത്ത്, ഹൗ സ്ട്രോങ് ഇസ് മൈ ഫെയ്ത്ത്, ഹൗ വണ്ടർഫുൾ ഇസ് മൈ ഫെയ്ത്ത്, ഹൗ പ്രഷ്യസ് ഇസ് മൈ ഫെയ്ത്ത്. ദിസ് ഓൾ വിൽ ബി ട്രൈഡ് when we go through the trials and temptation. നാം പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പുള്ളതാണോ എന്ന് അറിയുന്നത്. നമ്മുടെ ആവർത്തിച്ച് പറയുന്നു, പരീക്ഷിക്കപ്പെടാത്ത വിശ്വാസം വിശ്വസിക്കുവാൻ കൊള്ളുന്ന വിശ്വാസമല്ല. The faith which is not tested cannot be trusted. അതെപ്പോഴും നാം ഒരു ആപ്തവാക്യമായി എടുക്കേണ്ടതാണ്. അങ്ങനെ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. നാം പഴയ നിയമം 22-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ആ വാക്യം വരണം. 22-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എങ്ങും കാണുന്നില്ല ഇസഹാക്കിനെ യാഗം അർപ്പിച്ചതായി. സ്തോത്രം. അർപ്പിക്കാൻ കൊണ്ടുപോയി, പിന്നെ ഗ്യാരണ്ടി കൊടുത്തു, ഞാൻ അർപ്പിച്ചിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞു. യാഗപീഠത്തിൽ കിടത്തി എന്നുള്ളത് ശരിയാണ്, കയ്യും കാലും കെട്ടിയത് ശരിയാണ്, കത്തിയെടുത്ത് ഓങ്ങിയത് വരെ മണ്ഡലമായി. നമ്മുടെയൊക്കെ പാട്ട് പറഞ്ഞാലോ, രാവിലെ ഒരിക്കൽ നന്നായിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്തോടെ വന്നു, പാട്ടൊക്കെ തുറന്നു, പാട്ട് എടുത്തു വെച്ചു എന്ന് പറയുന്നു. ഭയങ്കര ആരാധന പറയും. അത് പാടി തീരാത്തിടത്തോളം കാലം നമ്മളാ പാട്ട് പാടി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ മൈക്ക് ഓഫൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ കുറെ ആളുകളൊക്കെ കാണിക്കുക, വയറൊന്നും പുറത്തു വരുന്നില്ല, ഒരു പ്രസംഗമായി മാറുന്നില്ല. പക്ഷെ അബ്രഹാമിനെ സംബന്ധിച്ച് യാഗപീഠത്തിൽ കിടത്തി കൈയും കാലും കെട്ടി കത്തി ഓടി സ്വർഗം പറഞ്ഞു, അല്ല നീ ബാലിന്റെ മേൽ കൈ വെക്കരുത്, തലമുട്ടി നോക്കി ആട്ടുകുട്ടിയെ കണ്ടു, ആട്ടുകുട്ടിയെ യാഗം അർപ്പിച്ചു. പക്ഷെ ഇവിടെ എബ്രായർത്താൻ പറയുന്നു, വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അബ്രഹാമിന്റെ ഭാഷയിൽ സ്വർഗം തടഞ്ഞില്ലായിരുന്നെങ്കിലോ, അതാണ് ചിന്തിക്കുന്നത്. നമ്മളാണ് എന്ത് ചെയ്തത്? അബ്രഹാമിന്റെ സ്ഥാനത്ത് ഞാനാണ് നിൽക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? എന്താ വിളിക്കാത്തത്? എന്താ വിളിക്കാത്തത്? ഞാൻ എത്ര നേരം പോയി നിൽക്കുക, എന്താ വിളിക്കാത്തത്? അതാണ് നമ്മുടെ വിശ്വാസം, അല്ലേ? ഇറങ്ങണം വേണ്ടായോ, ഒന്നും കൂടെ കൺഫേം ആക്കിയേക്കാം, ആരും രണ്ടുപേരോട് പറയട്ടെ, ഒരു വിഷയം ഉണ്ടാകട്ടെ, അടുത്തൊരു പ്രശ്നം വരുമ്പോഴാകട്ടെ എന്നൊക്കെ പറഞ്ഞ് നാം പലപ്പോഴും മടിച്ചു നിൽക്കാറുണ്ട്. അബ്രഹാമിനെ സംബന്ധിച്ച് ഓങ്ങിയ കൈ സ്വർഗത്തിനറിയാം, ഞാൻ തടഞ്ഞില്ലെങ്കിൽ അവിടെ മുറിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ അബ്രഹാം 3 ദിവസം മുമ്പേ ഹൃദയത്തിൽ യാഗം അർപ്പിച്ച വിഷയമായിരുന്നു. 3 ദിവസം മുമ്പേ അബ്രഹാമിന്റെ ഹൃദയത്തിൽ നിന്ന് മകൻ യാഗമായി കഴിയും. ഇനിയും ഈ മോര്യാമല കയറുന്നതിന് മുമ്പോ മോര്യാമലയുടെ ഇടയ്ക്ക് വെച്ചോ യാഗപീഠം പണിയുന്നതിന് മുമ്പോ അബ്രഹാമിനോട് ദൈവം മകനെ യാഗം കഴിക്കണ്ടെന്ന് പറഞ്ഞാലും എബ്രായലേഖനകർത്താവ് ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ, ബൈ ഫെയ്ത്ത് ഹി ഓഫർഡ് ഐസക്. ഞാൻ പറഞ്ഞതിന്റെ ആഴം മനസ്സിലാക്കണം. മോര്യാമലയിൽ കത്തി തടഞ്ഞപ്പോഴല്ല
അല്ലെങ്കിൽ കുഞ്ഞാടിനെ യാഗം അർപ്പിച്ചപ്പോഴല്ല യാഗം പൂർത്തിയായത്. 22-ാം അധ്യായത്തിൽ അബ്രഹാമേ നിന്റെ മകനായ ഇസ്ഹാക്കിനെ ഏകജാതനെ തന്നെ എനിക്ക് യാഗം കഴിക്കണമെന്ന് പറയുമ്പോൾ ആ വിറക് കീർന്നി ആ നിമിഷം തന്നെ അത് കെട്ടിത്തോളിൽ വെക്കുമ്പോൾ തന്നെ അബ്രഹാം വിശ്വാസത്താൽ യാഗം കഴിച്ചിരുന്നു. ഇത് രാവിലെ ഇതാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമായി തന്നെ അർപ്പിച്ചിരുന്നു. ഇനിയും ആ വാക്കിൽ വരാൻ പോയാണ്. അങ്ങനെ വിശ്വാസത്താലാണ് അബ്രഹാം പരീക്ഷിക്കപ്പെട്ടത്. നമ്മൾ പരീക്ഷയെ പറഞ്ഞു വരുന്നത് വിശ്വാസത്തിന്റെ പരീക്ഷ. ഇവിടെ ഓർക്കണം, കത്തി കൊണ്ട് മുറിയണമെന്നില്ല. മനസ്സിനകത്ത് യാഗം കഴിഞ്ഞ് ഏത് തീരുമാനം എടുത്താലും നമ്മൾ അകത്തുനിന്ന് വിശ്വാസത്താൽ അതങ്ങ് ഉറപ്പാക്കണം. നടന്നിരിക്കുന്നു. അല്ല അത്ഭുതം കാണാനും അഭിഷേകം കാണാനും എല്ലാം കണ്ടിട്ടേ എന്നല്ല. The very beginning, before you climbing the Mount of Moriah, before you have an encounter with your son Isaac, ഇതൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ യാഗം കഴിച്ചതുപോലെ വേണം ഇരിക്കാൻ. സ്തോത്രം. പിന്നെ ആ ഭാഗത്തേക്ക് വരാം. വിശ്വാസത്താലാണ് അബ്രഹാം യാഗം കഴിച്ചത് ഇവിടെ പറയുന്നത്. അപ്പം ഈ നന്നായി തുടങ്ങിയ ഇതാണ് നന്നായി തുടങ്ങിയ കാര്യത്തെ ദൈവം അംഗീകരിക്കും. ഈ ഒരുക്കവും കെട്ടുമൊക്കെ കാണുമ്പോൾ മറ്റു പലരും തെറ്റിദ്ധരിക്കപ്പെടും. ഇപ്പോൾ ഇസ്ഹാക്ക് ചാരമായി തീരുവന്നു. പക്ഷേ സ്വർഗത്തിന്റെ ഹിതം അറിയുന്നവനായിരുന്നു അബ്രഹാം. അബ്രഹാമിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. അപ്പം അബ്രഹാം ഈ യാഗപീഠത്തിൽ കിടക്കുന്ന ഇസ്ഹാക്കും, അല്ലെങ്കിൽ രാവിലെ ദൈവശബ്ദം 3 ദിവസം മുമ്പ് കേട്ടപ്പോൾ അർപ്പിക്കാൻ പോകുന്ന ഇസ്ഹാക്കിനെയും ദൈവം തന്ന വാഗ്ദത്തം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി. ഇത് അബ്രഹാം മനസ്സിലായി, ഈ വാഗ്ദത്തം ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം അതിനു മേലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഈ വാഗ്ദത്തവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. Every trial, every test, every temptation which you go through is truly and absolutely linked with the promise of the Lord. അത് രാവിലെ മനസ്സിലാക്കണം. ദൈവം തന്ന ദൂതുമായി, ദൈവം തന്ന ഉറപ്പും വചനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് നിങ്ങളുടെ എല്ലാ പരിശോധനയും. എവിടെ ക്ലിക്ക് ചെയ്താലും ഓപ്പൺ ചെയ്തു വരുന്നത് നിങ്ങളുടെ വാഗ്ദത്തമായിരിക്കും. ഇനി പറയുന്ന ആഴത്തിലേക്ക് ഒന്ന് പോയാണ്. Every pain and every test and agony which you go through, but wherever you click, the link which is opening widely is the promise of the Lord. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക്, ദൈവത്തിന്റെ വിളിയിലേക്ക്, ദൈവം നിങ്ങളെ ആക്കിയ മണ്ഡലങ്ങളിലേക്ക് അല്ലാതെ ഒരു കഷ്ടതയും നിങ്ങളെ കൊണ്ട് എത്തിക്കാറില്ല. ചാരമായി തീരുന്ന അല്ലെങ്കിൽ രക്തമൊഴുകി തലകുനിച്ചിറങ്ങി വരുന്ന ഒരു വാഗ്ദത്തം ദൈവം തരാറില്ല എന്ന ഉറപ്പിന് രാവിലെ നാം പ്രാർത്ഥിക്കണം. അങ്ങനെ വിശ്വാസത്താലാണ് അബ്രഹാം യാഗം കഴിച്ചത്. അടുത്തത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവ ശക്തൻ എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന്, ഇതൊന്നും ഈ പഴയ ഇതിനകത്ത് പറയുന്നില്ല, മകനെ യഹോവ കരുതിക്കൊള്ളുക പറയുന്നു. പക്ഷേ വിശ്വാസത്താൽ അബ്രഹാം ചെയ്ത ശുശ്രൂഷ അവിടെ പറയും. ഒന്ന്, ഇസ്ഹാക്കിനെ മനസ്സുകൊണ്ട് യാഗം അർപ്പിച്ചു. മാനസികമായി തയ്യാറെടുക്കാത്ത ഒരു പ്രവൃത്തിയും വിജയിച്ചിട്ടില്ല. സ്തോത്രം. എല്ലാവരുടെ നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ നമ്മൾ ഇതിൽ നിന്ന് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരെല്ലാം കൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെറുതെ ചെറുക്കനെ കൊല്ലി ഇവരെല്ലാം കൂടെ പറഞ്ഞിട്ട്, പക്ഷെ മനസ്സുകൊണ്ട് തീരുമാനം എടുക്കണം. എന്ത് ചെയ്യാനാണ് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം മെന്റലി പ്രിപ്പയർഡ് വിത്ത് ദ anointing of the Holy Spirit. നിങ്ങൾ ആ തുടങ്ങിയത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. സ്തോത്രം. മാനസികമായി തയ്യാറെടുക്കാത്ത ഒരു കാര്യത്തിനും ദൈവമക്കൾ ഇറങ്ങി പുറപ്പെടരുത്. അതാണ് നിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച ദൈവകൃപ എന്ന് പറയുന്നത്. God is preparing a group of people to accomplish his task. അതാണ് നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പം അബ്രഹാമിന്റെ ദൃഷ്ടിയില് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ആരാണ്? ശക്തൻ. രാവിലെ അബ്രഹാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇസ്ഹാക്ക് കേൾക്കുന്നില്ല, യഹോവയിലെ യഹോവയിലെ യഹോവയിലെ. ഇത് മാത്രമേ അബ്രഹാമിന്റെ വായിന്ന് ആ 2 കാര്യം അബ്രഹാം ഉറക്കം പറഞ്ഞു. ഒന്ന്, ഭാര്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരുത്തി, ഞാൻ അവിടെ നിന്നോളം പോയി യാഗം കഴിച്ച് മടങ്ങി വരാം. കാരണം ഞാൻ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ മേടിക്കണ്ട, ചെറുക്കൻ ചത്തെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അവിടെ നോക്കി ആവുന്നില്ല. നമ്മളൊക്കെ അങ്ങനെ ചെയ്തു. ഇത് നടന്നില്ലെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് ഇല്ല. തിരിച്ചിറങ്ങി വരുമ്പോൾ ഇസ്ഹാക്ക് എന്നെ കൈ പിടിക്കാനില്ലെങ്കിൽ ഞാൻ ഇനി പ്രവാഹത്തിന് ഇല്ല. പക്ഷെ അബ്രഹാം പറഞ്ഞ റിട്ടേൺ ടിക്കറ്റ് റെഡിയാ. കാരണം യാഗം കഴിക്കാൻ എന്ത് ചെയ്യും? മടങ്ങി വരും. സ്തോത്രം. 2, അബ്രഹാം പറയുകയാണ്, യഹോവ ഇരേ. ഈ 2 പദങ്ങളെ അബ്രഹാം പറഞ്ഞു. മകനെ യഹോവ ഇരേ എന്ന് പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ ഒരു കാര്യം വ്യക്തമാണ്. ഒന്ന്, അബ്രഹാം ഇവിടെ പറയുന്നത് അബ്രഹാം എന്താണ് എണ്ണിക്കൊണ്ടിരുന്നത്? ഇവരെന്തോ കുറുകുന്നുണ്ടല്ലോ മനസ്സിൽ. അല്ലെങ്കിൽ ഇതിന്റെ വായ്പ എന്താണ്? He may not be speaking much,
but something is, a praise offering is coming out of his lips. അവന്റെ അതിർത്തി കൂടെ എന്തോ ഒരു സ്തോത്രം പറയുന്നുണ്ട്. അത് എന്താ പറഞ്ഞെന്നാണ് എബ്രായർ 11:19 വാക്യത്തിൽ പറയുന്നത്. അപ്പം കത്തി മിനുക്കുമ്പോഴും വിറക് കീറുമ്പോഴും മകന്റെ തോളിൽ വിറക് വെച്ച് കെട്ടുമ്പോഴും മല ചവിട്ടി കയറുമ്പോഴും കയ്യും കാലും കെട്ടുമ്പോഴും അബ്രഹാം കീപ് ഓൺ കൗണ്ടിങ് വൺ തിങ്, ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിപ്പാൻ ശക്തൻ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? Hallelujah. I am serving a God who is able to raise even the dead. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാണ് ഓരോ ചുവടും നടന്നത്. ഇന്ന് രാവിലെ 3 ദിവസമോ 30 ദിവസമോ 300 ദിവസമാകട്ടെ അതിരത്തിൽ കൂടി ഇത് മാത്രം പുറത്തു വരണം. എന്റെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവം, എന്റെ ദൈവം കൊല്ലുന്ന ദൈവമല്ല, എന്റെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവം, എന്റെ ദൈവം മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം, എന്റെ ദൈവം എന്നെ വിടുവിക്കുന്ന ദൈവം എന്ന് അതിനെ ഉയർത്തി പറയുവാൻ ഒരബ്രഹാം തയ്യാറായാൽ അത് ഇടയ്ക്ക് കയറി അയ്യോ ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ വീണ്ടും താഴോട്ട് പോയാണ് വിശദീകരിക്കാം. അങ്ങനെ അബ്രഹാം പറഞ്ഞു ചവിട്ടിക്കയറി ആ കൈ കെട്ടുമ്പോഴും കയറ് വെച്ച് മുറുക്കുമ്പോഴും കത്തി ഇങ്ങനെ വെട്ടാൻ തുടങ്ങുമ്പോഴും അബ്രഹാം എണ്ണിയത് ദൈവം മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കാൻ ശക്തൻ. ഈ ദൂരം അങ്ങോട്ട് അവന്റെ അകത്തങ്ങോട്ട് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ പോലെ ആരെ പ്രാപിച്ചു? ഇസ്ഹാക്കിനെ പ്രാപിച്ചു. അപ്പൊ നമ്മുടെ വിഷയം ഇതാണ്, ദൈവം അവർ തന്റെ മക്കളെ പരീക്ഷിക്കുന്നു. അപ്പൊ 100 ആവർത്തിക്കുന്നത് faith which is not tested cannot be trusted. പരീക്ഷിക്കപ്പെടാത്ത വിശ്വാസം വിശ്വസിക്കുവാൻ കൊള്ളുന്ന വിശ്വാസമല്ല. നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. എങ്ങനെയാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മൾ ഇന്ന് രാവിലെ മനസ്സിലാക്കുന്നത്. ഇവിടെ ബന്ധപ്പെട്ട വിഷയത്തിൽ രാവിലെ എന്നെ മനസ്സിലാക്കിയത് കൊണ്ട് ക്രിസ്ത്യതയുണ്ട്. എപ്പോഴും നമ്മുടെ വിശ്വാസ യാത്രയ്ക്ക് പരീക്ഷകളുണ്ട്, പരിശോധനയുണ്ട്. പരീക്ഷിക്കുന്നത് ഒരു ദൈവിക പദ്ധതിയാണെന്ന് നാം തിരിച്ചറിയണം. പരിശോധന എന്നത് പാർട്ട് ഓഫ് ദ ക്രിസ്ത്യൻ ലൈഫ്. പരിശോധന ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ നല്ല ക്രിസ്ത്യാനിയാണെന്ന്. ആരെങ്കിലും എഴുന്നേറ്റ് സാക്ഷ്യം പറയുകയാണ് കഴിഞ്ഞ 1 വർഷമായി എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, വളരെ സുഖമായിരുന്നു, സന്തോഷമായിരുന്നു, ആ സാക്ഷ്യത്തെ വിശ്വസിക്കരുത്. കാരണം താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. അപ്പം കഴിഞ്ഞ വർഷക്കാലം നല്ല കിട്ടിയില്ലെങ്കിൽ ഉറപ്പെന്താ? ഏതെങ്കിലും മണ്ഡലത്തിൽ നിങ്ങൾക്ക് ദൈവിക ശിക്ഷയോ സന്ദർശനമോ ഉണ്ടായില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ദൈവമായിട്ട് ഒരു ബന്ധമില്ല. അടുത്ത വീട്ടിലെ പിള്ളേരെ പിടിച്ചു തല്ലൂ. ആരും തല്ലാറുണ്ട് അടുത്ത വീട്ടില്? തല്ലാറില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിയുമ്പോഴാണ് നമ്മൾ ശിക്ഷിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ അവരെന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അപ്പൊ കർത്താവ് നിങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളോട് അത്രമാത്രം സ്നേഹമുണ്ടെന്ന്. അതിന് രാവിലെ നമ്മൾ വായിക്കാം. ഫിലിപ്പിയർ 1-ാം അധ്യായം 29-ാം വാക്യം. ഫിലിപ്പിയർ 1:29. നിങ്ങളുടെ ഫോണായിരിക്കും. അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. രാവിലെ കൃപാവരം പ്രാപിക്കാൻ താല്പര്യമുണ്ടല്ലോ. പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ ഓർപ്പിച്ചിട്ട് നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായിരിക്കണം കുഞ്ഞുങ്ങളെ ഉത്സാഹിക്കും പറയുക. ഒരു കൃപാവരം കൂടെ പ്രാപിക്കാൻ പറ്റുമോ? ഇവിടെ പറയുക ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. 2 കൈയും ഞെട്ടി ഫിലിപ്പിയ വിശ്വാസം അത് സ്വീകരിച്ചു. നമ്മളും അത് പ്രാപിക്കണം. കർത്താവേ, എന്റെ കഷ്ടത സ്വർഗം എനിക്ക് തന്ന വരമാണ്. ഞാൻ പറയട്ടെ സഹോദര, നിനക്കിത് അനുഭവിക്കാനുള്ള ശക്തി ആദ്യമേ തന്നിട്ടാ ഈ കഷ്ടത ദൈവത്തിന്റെ വിടുന്നത്. ഇവിടെ കാണുന്നില്ലായിരുന്നു. എത്രയോ പേര് സൂയിസൈഡ് ചെയ്തു, എത്രയോ പേര് വിശ്വാസയാത്രയിൽ ഓടിപ്പോയി, എത്രയോ പേര് വീട് വിട്ടിറങ്ങി ഓടിപ്പോയി. പക്ഷെ നീ എന്താ പിടിച്ചു നിന്നത്? ഈ കഷ്ടത വരുന്നതിന് ഒരാഴ്ച മുമ്പ്, ഒരു ദിവസം മുമ്പ്, ഒരു മണിക്കൂർ മുമ്പ്, ഒരു വർഷം മുമ്പ്, ഇതിനു വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് ഇത് സഹിപ്പാനുള്ള കൃപയും കൂടെ സ്വർഗം തന്നിരുന്നു. അപ്പൊ നമ്മൾ നാളെ പറയും ഇതെനിക്ക് തന്ന വരവാണ്. വരവെന്ന് പറയുന്നത് എനിക്കത് പ്രവർത്തിക്കാൻ പ്രയോഗം തെളിയിച്ചു കൊടുക്കും. കഷ്ടത സിദ്ധതയും സിദ്ധത സഹിഷ്ണുതയും സഹിഷ്ണുത പ്രത്യാശയും ഉളവാക്കുമെന്നറിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നു, പ്രശംസിക്കുന്നു. അത് കഷ്ടതയുടെ പ്രത്യേകതയാണ്. രണ്ടാമത് നമുക്കറിയാം കഷ്ടതയുടെ ആഫ്റ്റർ എഫക്ട്, ഫൈനൽ അല്ലെങ്കിൽ ഫിനിഷിംഗ് പോയിന്റ് ഓഫ് എവറി സഫറിംഗ് എന്തായിരിക്കും? ഒരു കഷ്ടതയുടെ ലാസ്റ്റ് പോയിന്റ്, ഫിനിഷിംഗ് പോയിന്റ്. There may be a lot of hurdles. You have to cross maybe 200 meters, 400 meters, 800 meters, maybe round or a straight way. But when you after passing all the hurdles, there is a victory stand. അത് കണ്ടുകൊണ്ട് വേണം ഓടാൻ. ലക്ഷ്യം എന്താണെന്ന് അറിയാമെങ്കിൽ ഇടയ്ക്കുള്ള ഹർഡിലൊന്നും ചാടുന്ന വിഷയമല്ല.
സ്തോത്രം. പണ്ട് നമ്മളൊക്കെ ഓർക്കാറുണ്ട്, ഈ എന്തിനന്മാരൊക്കെ കമ്പയർ പുറകോട്ട് ചാടുന്നത്, ഹൈജമ്പ് ചാടുന്നത്, എന്തിനാ ഓട് നല്ലോണം വഴിയാണ് വെറുതെ ഉള്ള കഥയിലെല്ലാം കൂടെ വെച്ചെന്ന്. അവസാനം ഷോപ്പിംഗ് ക്യാഷൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് വഴി നിന്ന് നമ്മൾ പറഞ്ഞ് വെറുതെ ആയിപ്പോയി, ഇവർക്കൊക്കെ എന്താ കിട്ടി, പ്രൈസ് കിട്ടി. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ 28-ാം വാക്യം, നിങ്ങൾക്കറിയാവുന്ന വാക്യം, അതായത് സമ്മറൈസ് every suffering, every agony, pain, enduring, count the word of God, summarized in that single word. ആ ഒറ്റ വാക്കിൽ നിങ്ങൾ അനുഭവിച്ച സകല കഷ്ടതയുടെയും ഫിനിഷിംഗ് പോയിന്റ് എന്താണെന്ന് ഒറ്റ വാക്യത്തിൽ സ്വർഗ്ഗം ഒന്ന് മുദ്രവെച്ച് പറയുക. All things എന്താ എഴുതിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, റോമർ 28, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇതാണെന്ന് പറയാൻ പറ്റുമോ? Pick up on everything. Hallelujah. What will the started suffering you have suffered all throughout your life? ജീവിതത്തിൽ അനുഭവിച്ച സകല കഷ്ടതകളെയും എല്ലാം കൂടെ ചിതറി കൂടി കിടക്കുന്നതിനെ വാരിക്കൊണ്ടുവന്നിട്ട് ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് അതിനെ നോക്കിയിട്ട് പറഞ്ഞാൽ ദിസ് ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ്. ഹല്ലേലൂയ. ഇതെല്ലാം നന്മയ്ക്കായി വ്യാപരിക്കും. എന്തിനെ നോക്കി ഇങ്ങനെ പറയണം? ഇതിനകത്ത് ഒരു നന്മ പുറത്തു വരും, ഇതിനൊരു നന്മ പുറത്തു വരും. കൈകെട്ടി കാലുകെട്ടി കത്തിയുടെ മുമ്പിൽ കിടക്കുന്ന ഏശാവിൽ നിന്ന് ഹല്ലേലൂയ ഒരു ഭക്തൻ പുറത്തു വരും. മരണത്തെ നോക്കിക്കിടക്കുന്നതിൽ നിന്ന് ഒരു ജീവൻ പുറത്തു വരും. ഇന്ന് രാവിലെ അങ്ങനെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണം. അതാണ് കഷ്ടതയോടുള്ള നമ്മുടെ മനോഭാവം. അപ്പം ഇതെല്ലാം അല്ലെങ്കിൽ കഷ്ടത ഇങ്ങനെ വരുന്നതാണ്, അതിൽ കൂടെ വരുന്നത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇനിയും എങ്ങനെയാണ് കഷ്ടത? ഒത്തിരി റീസൺ ബൈബിളുണ്ട് നമുക്ക് കഷ്ടത വരാനുള്ള കാരണം. സ്തോത്രം. ഒന്നാമത്തത് നമ്മുടെ പാപം നിമിത്തം വരും, തീർച്ചയായിട്ടും വരും. പാപം ചെയ്താൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജഡത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും ശിക്ഷ നടക്കുന്നുണ്ട്. അത് മറന്നു പോകല്ലേ. സ്തോത്രം. ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 6-7. ഗലാത്യ 6:7. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നോക്കുക, ജഡത്തിൽ എന്ത് വിതച്ചാലും നമ്മൾ എന്ത് ചെയ്യും? ജഡത്തിൽ കൊയ്യും. ബിഫോർ ദി ഗ്രേവിയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. സ്തോത്രമല്ലിയാണ്. പ്രതിഫലവും നിത്യകണക്കൊക്കെ അവിടെയുള്ളൂ. പക്ഷേ ജഡത്തിൽ വിതയ്ക്കുന്ന ഏത് കഷ്ടതയ്ക്കും കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അതിനൊരു അംശം നമ്മൾ അനുഭവിച്ചിരിക്കും. വളരെ സൂക്ഷ്മതയോടെ വേണം ക്രിസ്ത്യൻ നയിക്കുവാൻ. സ്തോത്രമല്ലിയ. നാം ആർക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിരിക്കും. ക്രമീകരിക്കാത്ത, ഏറ്റുപറയാത്ത എല്ലാ പാപത്തിനും തിരിച്ചടികൾ ജീവിതത്തിൽ തന്നെ ഉണ്ടാകും. അതിനാണ് നാം തിരിച്ചറിയണം. അല്ല, അതുകൊണ്ടാണല്ലോ യേശു ആവർത്തിച്ച് പറയുന്നത്. വായിക്കാം. യോഹന്നാൻ 5:14. യോഹന്നാൻ 5:14. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. 38 വർഷമായിട്ട് പക്ഷപാതക്കാരനായിട്ട് എവിടെ കിടക്കുക? കുളക്കരെ കിടക്കിയ 32 വർഷമല്ല, 38 വർഷം. എന്നിട്ടിപ്പം നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? വെള്ളമൊക്കെ കലക്കി അവനെ സൗഖ്യമാകുന്നതിന് പകരം വേഷി നേരിട്ട് അറിയുന്നത് എന്ത് ചെയ്തു? സൗഖ്യം. നാണക്കാടാണ് ഇവിടെ കിടക്കുന്നതെന്നൊക്കെ പറയും. കാരണം എത്ര വർഷമായി? 38 വർഷമാണ്. ഇന്ന് വെള്ളത്തിൽ ഇറങ്ങത്തോടില്ല, നിന്നെ പിടിച്ച് മുക്കാലും പട്ടത്തിന് അവസാനം നിന്നെ ദൈവം എഴുന്നേറ്റ് വിടുക. പോകുന്ന പോക്കിന് അവസാനം യേശുവിനെ കണ്ട് പറഞ്ഞു, നോക്ക്, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേല പാപത്തിൽ നിന്ന് തിന്മകളുടെ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് യേശുവോട് പറയുകയാണ്. പാപം ചെയ്താൽ നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ ഒക്കെ തിരിച്ചടികൾ ഉണ്ടാകും. നമുക്ക് വേണ്ടി എല്ലാ രോഗവും കട്ടതയും അതാണെന്നല്ല പറഞ്ഞു വരുന്നത്. പാപത്തിന്റെ ഫലമായിട്ട് ശരീരത്തിൽ ശിക്ഷകൾ ഉണ്ടാകും. അത് സത്യമാണ്. വായിക്കാം. സംഖ്യാപുസ്തകം 12:10. സംഖ്യാപുസ്തകം 12:10. മേഘം കൂടാരത്തിൽ നിന്ന് ആലോചിച്ച് നോക്കി 40 വർഷം രാവും പകലും വിട്ടുമാറാതിരിക്കത്തക്കവണ്ണം കൂടാരത്തിന്റെ മുകളിൽ ഈ സൂര്യന്റെ കടുത്ത ചൂട് മരുഭൂമിയിൽ ആഞ്ഞടിക്കുമ്പോൾ എന്റെ ജനത്തിന്റെ തൊക്ക് കരുവാളിച്ചു പോകാതെ, വസ്ത്രം ജീർണിച്ചു പോകാതെ, ചെരുപ്പ് പഴകിപ്പോകാതെ, ദാഹം വരാതെ വണ്ണം പരിപാലിച്ചിരിക്കുന്ന കൃപയുടെ നിഴലായ ദൈവത്തിന്റെ ആ തൂണായ ക്ലൗഡ് പെട്ടെന്ന് മാറിപ്പോയത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ കുടുംബത്തിന്റെ മുകളിൽ തേജസ് മാറുമ്പോ
സഭയുടെ മുകളിൽ തേജസ് മാറുമ്പോൾ, വ്യക്തിപരമായ മണ്ഡലത്തിൽ അനുഭവിച്ച ആത്മീയ തണുപ്പുകൾ മാറുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. മാറിപ്പോയി വായിച്ചു. അപ്പോഴാ കൂടാരത്തിനകത്തുനിന്ന് അല്ലെങ്കിൽ ആ ദേശത്തുനിന്ന് ക്ലൗഡ് മാറിപ്പോയതിന്റെ കാരണം മിരിയാമിന്റെ ശരീരം കുഷ്ഠം പോലെ വെളുത്തു. ഒന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ മോശയ്ക്ക് വിരോധമായി പിറുപിറുപ്പ് നടത്തിയത് സ്വന്തം സഹോദരനാണ്. പക്ഷേ സ്വന്തം മോനായാലും ഭാര്യയായാലും മകളായാലും മരുമക്കളായാലും കൊച്ചുമക്കളായാലും ദൈവത്തിന് വിരോധമായി സംസാരിച്ചാൽ വേഗം ദൈവം മാറ്റി തരും. അതിന് രാവിലെ ഓർക്കണം. അപ്പനും അമ്മയും മക്കളും ഭാര്യയുള്ള കുടുംബ ബന്ധം അതിന് ദൈവം വെച്ച ലിമിറ്റ് ഉണ്ട്. പക്ഷെ ദൈവവിഷയമായിട്ടാണ് വിരൽ കൂടുന്നതെങ്കിൽ ഇന്ന് രാവിലെ വേഗം മാറ്റിക്കളയുവാൻ സ്വർഗത്തിന് മടിയില്ല. പെട്ടെന്ന് വേഗം മാറിയാൽ എത്ര വെളുത്തെന്ന് പറഞ്ഞാലും, എത്ര പ്രവാചികയാണെങ്കിലും, എത്ര വർഷം തപ്പ് കുട്ടികളാണെങ്കിലും, എത്ര കിന്നരം വായിച്ചവളാണെങ്കിലും, മോശയെ വെള്ളത്തിൽ നിന്ന് കൊണ്ടുവരുവാനും മോശയ്ക്ക് അമ്മയോ കൊണ്ടുകൊടുക്കുവാനും ഒക്കെ കൂട്ടുനിന്നവളാണെങ്കിലും ശരീരത്തിൽ ഹിമം വെളുപ്പിക്കുവാൻ, കുഷ്ഠം പൊക്കുവാൻ സ്വർഗത്തിന് ഒരു മടിയില്ല. ഇന്നലെ ഞാൻ ചെയ്തു കൂട്ടിയ ആത്മപ്രവൃത്തിയും ആത്മബലത്തിന്റെയും കൂമ്പാരവും ഞാൻ പറഞ്ഞു കൂട്ടിയതും ചെയ്തതുമൊക്കെ ഒരു കെട്ടൻ ഉണ്ടായിരിക്കാം. പക്ഷെ സ്വർഗശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ ഇതൊന്നും ബാധകമല്ല. വേഗം മാറിപ്പോയിരിക്കും. നോക്കണം, എന്തുകൊണ്ട് ഇസ്രായേൽ ഗ്രഹത്തിന്റെ യാത്ര മുടങ്ങിപ്പോയി. പ്രഭയിൽ നിൽക്കേണ്ടവൾ, അഭിഷേകത്തിൽ നിൽക്കേണ്ടവൾ മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ ഇന്ന് രാവിലെ ഈ ദൂത് നിങ്ങളുടെ അകത്തുണ്ടായിരുന്നു. തലയ്ക്ക് മുകളിൽ നിന്ന് തണുപ്പേറ്റുന്ന മേഘം മാറിപ്പോകുവാൻ എന്തുകൊണ്ട് ഇന്ന് അസ്വസ്ഥത, എന്തുകൊണ്ട് ഈ പ്രയാസം? നോക്കണം, മേഘം അവിടെ തന്നെ ഉണ്ടോ എന്ന്. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ഇങ്ങനെയുള്ള വിഷയം കൊണ്ടും കഷ്ടത വരാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമക്കളായി കൃപയിൽ നിൽക്കുന്ന മക്കൾക്ക് എന്തുകൊണ്ട് കഷ്ടത വരുന്നു? അതാണ് നമ്മുടെ പ്രത്യേക വിഷയം. ഒന്നും കൂടെ വായിക്കാം. രണ്ട് ദിനവൃത്താന്തം 2-16 പത്രം വായിക്കുന്ന ആസാന്റെ കാലത്ത് കഷ്ടമുണ്ടാകുന്നത് വായിക്കട്ടെ. നമ്മുടെ ഗുണത്തിന് വേണ്ടി ദൈവമക്കളെ കഷ്ടത വരുന്നത്. അടുത്ത മണ്ഡലത്തിൽ വരാൻ പോവുകയാണ്. നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് ഈ കഷ്ടതകളൊക്കെ വരുന്നത്. വായിക്കട്ടെ. യോഹന്നാൻ 9:2-3 അറിയാവുന്ന വാക്യം. ജോൺ ചാപ്റ്റർ 9. അവന്റെ ശിഷ്യന്മാർ അവരോട്, റബ്ബി, ഇവൻ കുരുടനായി പുറത്തക്കവണ്ണം ആ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി ഒഴിവാകേണ്ടതത്രേ. ഒരു മനുഷ്യൻ കുരുടനായി പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയുവാൻ അതിന്റെ കുടുംബചരിത്രം തിരക്കിപ്പോകുന്ന, പാരമ്പര്യം തിരക്കിപ്പോകുന്ന, കഷ്ടതയുടെ ആഴം തിരക്കിപ്പോകുന്ന അയക്കപ്പെട്ടവരെന്ന് അർത്ഥമുള്ള അപ്പോസ്തലന്മാർ പക്ഷെ ദൈവം അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ക്രമ കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്, അഭിഷേകം കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഒരു കുരുടനെ കണ്ടവർ എന്താ ചെയ്യേണ്ടത്? ഈ ശിഷ്യന്മാരെന്താ ചെയ്യേണ്ടത്? യേശുവിനെ കൊണ്ടുവരണം. എന്താ ചെയ്യേണ്ടത്? ഈ കുരുടന്മാരെ കണ്ടാൽ ഈ ശിഷ്യന്മാർ സൗഖ്യം കൊടുക്കണം. ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഈരണ്ടായ പിടിച്ച് അഭിഷേകം കൊടുത്ത് അതിന്റെ റിപ്പോർട്ട് വാങ്ങിച്ചു വെച്ചിട്ട് സ്വർഗത്തിൽ പേരുണ്ടെങ്കിൽ ചാടിക്കോടാ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവര് ഒരു കുരുടനെ കണ്ടാൽ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നും പലപ്പോഴും അങ്ങനെ ആളെന്താ ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിന് മുമ്പ് അതിന്റെ കാരണം തിരക്കാൻ ഓടി നടക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും. സ്തോത്രം. യേശുവോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഗുരു ഇവൻ കുരുടനായപ്പോൾ? ആ കാലഘട്ടങ്ങളിൽ ജൂവിഷ് ഫെയ്ത്ത് ആയിരുന്നു. അപ്പനും അമ്മയും ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷയായിട്ടാണ് കുഞ്ഞുങ്ങൾ അംഗവിഹീനരായി ഹാൻഡിക്കാപ്ഡായിട്ട് ജനിക്കുന്നു എന്ന് പറയുന്നത്. ഹിന്ദുക്കളുടെ വിശ്വാസം അങ്ങനെയൊക്കെ തന്നെ. മാതാപിതാക്കന്മാരുടെ പാവം മക്കളോട് ചോദിക്കുമെന്ന് പറയുന്ന ഒരു ചിന്ത ഹൈന്ദവ ആചാരത്തിലുമുണ്ടല്ലോ. ഇതായിരുന്നു ജൂവിഷ് വിശ്വാസം. അതിനോട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കുരുടനായി പറഞ്ഞത്. യേശു എന്ന് പറഞ്ഞു. യേശുവിന്റെ മറുപടി ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. യേശു പറയാ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത് കൊണ്ടല്ല ഇവൻ കുരുടനായി പറഞ്ഞത്, ദൈവ പ്രവൃത്തി അവർക്ക്. ഇതായിരുന്നു കഷ്ടതയോടുള്ള യേശുവിന്റെ മനോഭാവം. നമുക്കൊരു കഷ്ടത വരുമ്പോൾ മറ്റുള്ളവർ പറയും, എന്തോ പ്രയാസമുണ്ട്, കണ്ടോ അവന്റെ കിടപ്പ് കണ്ടോ, അവന്റെ നടപ്പിന്റെ ദോഷം കണ്ട അങ്ങനെ പറ്റിയത്. അവർ ചിലപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ പുറത്തിറങ്ങി വരും. അങ്ങനെ പറയും, കണ്ടോ ജീവിതത്തിന്റെ പ്രയാസമുണ്ട്, ഇങ്ങനെ എന്തോ കുഴപ്പമുണ്ട്, എന്തോ കുഴഞ്ഞ കേസാ, അതുകൊണ്ട് എങ്ങനെ? നോ, യേശു പറയുന്നത് അങ്ങനെയല്ല. പിന്നെ എന്റെ പ്രവൃത്തി അവന്റെ ആ കുരുടന് വേണ്ടി ആരുമില്ല പട്ടണത്തിൽ സംസാരിപ്പാൻ. 12 പേര് വിരോധമായി സംസാരിക്കാറുണ്ട്. അനുകൂലമായി ആരുമില്ലെങ്കിൽ അപ്പോഴാണ് സ്വർഗം വെളിപ്പെടുന്നത്. രാവിലെ നിനക്ക് വേണ്ടി സംസാരിക്കാൻ യേശു അവിടെ നിന്നു.
പിന്നീടുള്ള മിനിസ്ട്രി എന്നെ ഒത്തിരി സന്തോഷിക്കാൻ പ്രസംഗിച്ചിട്ടുള്ളതാ, എന്നെ സന്തോഷിപ്പിച്ചതാണ്. അവിടെ നിന്നിട്ട് യേശു നിലത്ത് തുപ്പുന്നു, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കുന്നു, ചേറ് കണ്ണിൽ പൂശുന്നു. എന്നിട്ട് പറയുക, നീ ഇപ്പോൾ എന്ത് ചെയ്യണം? ശിലോഹകുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. സോ നല്ല ഇവർ ചോദിച്ചില്ലായിരുന്നെങ്കിലോ, ഈ 12 പേര് ചോദിച്ചില്ലായിരുന്നെങ്കിലോ, ഇറ്റ് വാസ് പാസിംഗ് ബൈ ദ റോഡ്. മറ്റു പലരും നിനക്ക് നേരെ വിരല് ചൂണ്ടിയത് ഗുണമായിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റും? കഷ്ടത കൊണ്ടുള്ള പ്രയോജനങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്ക് നേരെ വിരല് കൊണ്ടുമ്പോൾ അത് സ്വർഗത്തെ പിടിച്ചു നിർത്തുകയാണ്, യേശുവിനെ പിടിച്ചു നിർത്തുകയാണ്. നിങ്ങൾ കാണാത്തത് കാണുവാൻ, കേൾക്കാത്തത് കേൾക്കുവാൻ, ഇന്നുവരെ അനുഭവിക്കുവാൻ സ്വർഗത്തെ പിടിച്ചു നിർത്തിയ അനുഭവത്തിനായി ഇന്ന് രാവിലെ സ്തോത്രം പറയണം. മറ്റുള്ളവർ വിരല് ചൂണ്ടുമ്പോൾ സ്വർഗം അവിടെ നിൽക്കും. ഈ സ്ഥലത്തുള്ള ഗ്രൗണ്ട് ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ട് അവന്റെ കണ്ണിൽ ചേർപ്പുഷിയ എന്നിട്ട് പറയുക, ശിലോഹാകുളത്തിൽ പോയി കഴുകുക. എന്റെ കുഞ്ഞെ സ്വന്തമായിട്ട് കണ്ണ് കാണത്തില്ല. ജീവിതകാലം ഏകദേശം 40 വയസ്സുണ്ടെന്ന് പിന്നെ പറയുന്നുണ്ട്. ഇപ്പൊ 40 വർഷമായിട്ട് ഇത് കാണത്തില്ല, കണ്ണ് കാണത്തില്ല. അതിന്റെ കൂട്ടത്തിൽ ഒത്തുന്നു പറ്റി ചേർക്കൂടെ വരും മുഖത്ത് ആലോചിക്കുക. സ്വതമേ വിശ്വാസി വന്ന് നടക്കണം, നാട്ടുകാർ അങ്ങനെ നമ്മൾ കളിയിൽ കിടക്കുക. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ചെളിയും കൂടെ വരി മുഖത്ത് വെച്ചേക്കുക. പക്ഷെ ഒരു കാര്യം ഓർക്കണം, സ്വർഗത്തിന്റെ വിരലിൽ തൊടാത്ത ഒരു നിന്നയും നിനക്ക് വന്നിട്ടില്ല. യേശുവിന്റെ കൈ കുഴയ്ക്കാത്ത ഒരു ചെറിയും നിന്റെ കണ്ണിൽ പുരണ്ടിട്ടില്ല. യേശുവിന്റെ കരം തൊടാത്ത ഒരു കപ്പലിൽ നിനക്ക് വന്നിട്ടില്ല. അവൻ പറയുന്നു, നീ പോയി ശിലോഹാകുളത്തിൽ പോയി കഴുകുക. അവനോട് ചോദിച്ചാട്ട് നീ എങ്ങനെയാ നടക്കുന്നത്? അവൻ പറയും, ഇറ്റ്സ് നോട്ട് മൈ സൈറ്റ് ബട്ട് മൈ ഫെയ്ത്ത്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. ഒന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ വിശ്വാസത്താൽ ആളുകളോട് പറയുന്നു, ഇന്നലെ നീ പോയി ശിലാകുളത്തിൽ മുഖം കഴിയുന്നപോലല്ല, ഇന്ന് നീ തിരിച്ചു വരുമ്പോൾ ആ ചെളി അവിടെ കാണത്തില്ല, അതോടൊപ്പം നിന്റെ കാഴ്ചയും നിനക്ക് മടങ്ങി ലഭിക്കും. 7-8 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. 8-ാം വാക്യം വായിച്ചാൽ അത് കാണുന്നവനായിരുന്നു, കണ്ണ് പോയി കഴുകി അങ്ങനെ തന്നെ ചെയ്തു. ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. ഈ ശിലോഹാകുളത്തിന്റെ പ്രത്യേകത ആരെയൊക്കെ അതിലെന്തുണ്ട്? പ്രിപ്പറേഷൻ ഒന്നും വേണ്ട, ഉപവാസത്തിനെയും അതിർക്കൊന്നും വേണ്ട. ആരെപ്പോ വന്നാൽ എന്തുകൊണ്ട്? ഗണേശകുളം അങ്ങനെയല്ല, ആരും നടക്കണം, ദൂരം നടക്കണം. നല്ല ഉണർവ് പ്രവാചകം വന്ന് പാടണം, മാസ്റ്റർ വന്ന് ചാടിക്കൂ എന്ന് പ്രസംഗിക്കണം. ഇളക്കിയിട്ടെങ്കിൽ എന്തുകൊണ്ട്? സൗഖ്യമുണ്ട്. അതിനൊക്കെ പറഞ്ഞ് അങ്ങനെ ചാടാമോ തുള്ളാമോ എന്നൊക്കെ പറഞ്ഞ് ഇളക്കുമ്പോ അത് പലപ്പോഴും ഒരു ദൂരം വന്ന് കുളം കലക്കും. അപ്പൊ ഇറങ്ങുന്നവൻ അന്ന് ജോലിയാണെങ്കിൽ തീർന്നു, അന്ന് ഓവർടൈമാണെങ്കിൽ തീർന്നു. എനിക്ക് ജോലി ചാടാൻ പറ്റില്ലല്ലോ. പക്ഷേ ശിലോഹങ്ങളും അങ്ങനെയല്ല, എപ്പോ വന്നാലും സൗഖ്യം, ആര് വന്നാലും സൗഖ്യമാണ്. അങ്ങനെ ഒരു സഭയായി നമുക്കൊന്ന് മാറുന്നതോ, അങ്ങനെ ഒരു ജീവിതമായി മാറുന്നതോ, വർഷവർഷം വരെ കാത്തിരിക്കാതെ, 30% നൈറ്റ് വരെ കാത്തിരിക്കാതെ, അല്ലെങ്കിൽ ഉപവാസ പ്രവർത്തനം വരെ കാത്തിരിക്കാതെ, ദൈനംദിനം ആത്മാവിന്റെ ഇളക്കമുള്ള, ആത്മാവിന്റെ ചുറുചുറുക്കുള്ള, ആത്മാവിന്റെ അനുഭവമുള്ള, we need the deepest experience, deeper experience of the spiritual life. അത് നമുക്കുണ്ട്. ആരും വന്ന് കഴിയാൽ ചേർന്നുകൊണ്ട് വരുന്നവനാകട്ടെ, എത്ര ചേറ് ശരീരത്തിലുണ്ടെങ്കിലും, എത്ര പാപക്കറയുണ്ടെങ്കിലും, എത്ര തകർച്ചയുണ്ടെങ്കിലും വന്നിറങ്ങി കഴുകിയാൽ അവൻ കാഴ്ച പ്രാപിക്കുന്ന ഒരു ആത്മീയ ഒഴുക്ക് ഇന്ന് പകൽക്കാലമായിട്ടുണ്ടാകണം. അതാ സ്വർഗം നമ്മെ പ്രതീക്ഷിക്കുന്നത്. വിഷയമല്ല, അങ്ങനെ കാഴ്ച മടങ്ങി വരിക. അടുത്ത വാക്യം 8-ാം വാക്യം. അയൽക്കാരും, നമ്മുടെ വിഷയത്തിൽ നമ്മൾ മാറിപ്പോയി കേട്ടോ, നമ്മൾ കഷ്ടതയുടെ പ്രയോജനം പറയുന്നതാണ്, ഇത് വിടുന്നത് ശരിയല്ല. അപ്പൊ അയൽക്കാരും അവന് മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവരും, പണ്ട് വിരച്ചാൽ അയൽക്കാരും മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും. ഇതല്ലാതെ നീ ആരും നിരച്ചിട്ടില്ല. നടക്കുന്നുണ്ടെങ്കിൽ അവന്റെ ആകെ ഒരു പേര് ബഗർ, ഇരക്കുന്നവനായി കണ്ടവൻ. ഒരു വലിയൊരു ചോദ്യമാണ്. ഇന്ന് വരെ ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പട്ടണത്തിന് സ്വർഗം തൊട്ടവനെ കുറിച്ച് വല്ലതൊക്കെ പറയത്തുള്ളൂ. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ യു ഹാവ് എക്സ്പീരിയൻസ് അതിനെതിരാകെ നിങ്ങളൊന്ന് വിശ്വസിക്കണം. എന്നാൽ അവരെ കുറിച്ചൊന്നും പറയുന്നത്, എന്നെ കുറിച്ച് മാത്രം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ ദൈവം എപ്പോഴും തൊട്ടിട്ടുണ്ട്. ദൈവം നിന്നെ തൊട്ടെങ്കിൽ നാട്ടുകാർ അത് സമ്പാദിച്ച വിഷയമാക്കി മാറ്റും. ഇപ്പൊ പറയുകയാണ്, ഇരക്കുന്നവനായി നമ്മൾ കണ്ടവനല്ലയോ? ഞാൻ ചോദിക്കട്ടെ, ഈ അവൻ പോലും വിചാരിച്ചില്ല എന്തെങ്കിലും എന്റെ ഈ പ്രൊഫഷൻ ഒന്ന് മാറുന്നത്. കാരണം ഇതിൽ നാട്ടുകാർ മാത്രമാണ് ചിരിക്കുന്നത്. ഇരക്കുന്നവരായി കണ്ടവർ, അല്ലെ ലൂയ്യ. നീ എന്തെങ്കിലും ഓർത്തോ, ഈ വഴിയിൽ നിന്നും നിനക്കൊരു എഴുന്നേൽപ്പുണ്ടാകുമെന്ന്. സ്വർഗം തൊട്ട് അത് നടക്കും. ഇന്നലെ നീ പോയി മുഖം കഴുകിയ അതേ വെള്ളം ഇന്ന് നിന്റെ സൗഖ്യത്തിന്റെ മരുന്നായി മാറുന്നത് നീ ഓർത്തോ. ശിലോഹങ്ങൾ ഒരു പരിചയമുള്ളതാ, അവനവിടെ പോയി പലപ്പോഴും മുഖം കഴുകിയിട്ടുള്ളതാ, കുളിച്ചിട്ടുള്ളതാ. പക്ഷെ ഇന്ന് അതിന്റെ സൗഖ്യമായി മാറുമെന്ന് ആവർത്തിച്ച് കേട്ട സങ്കീർത്തനം വീണ്ടും വീണ്ടും വായിച്ച അതേ വചനം ഇന്ന് നിന്റെ വിടുതലായി മാറുമെന്ന് നീ ഇന്ന് രാവിലെ തിരിച്ചറിയണം.
കണ്ണി വീണ മുറിവെക്കുന്ന പൊടി കണ്ണി പുരട്ടിയാൽ അത് സൗഖ്യമാകുമെന്ന് ലോകത്തിൽ ഒരു മരുന്നും ശാസ്ത്രവും പറയുന്നില്ല. പക്ഷെ സ്വർഗമാണെങ്കിൽ ആ പൊടിയും നിനക്ക് മരുന്നായി മാറും. ഒന്നും കൂടെ ഡിവൈഡ് ചെയ്ത് പറയാം. ഇപ്പൊ ഇവന്റെ കണ്ണിന് സൗഖ്യത്തിന് കിട്ടിയ മെഡിസിൻ ഉണ്ടല്ലോ, ഇൻഗ്രീഡിയൻസ് ഇൻ ദാറ്റ് മെഡിസിൻ, the spittle that came out of the mouth of Jesus and the dust from the ground. യേശുവിന്റെ വായിൽ നിന്ന് വന്ന ഉമിനീരും നിറത്ത പൊടിയും കൂടെ കൂട്ടിക്കുഴച്ചാൽ ഇന്ന് രോഗസൗഖ്യത്തിന്റെ മരുന്ന് കിട്ടും. പൊടി എന്ന് പറഞ്ഞത് എന്താ? നിങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ സാക്ഷ്യം പറ്റുന്ന കേൾക്കോ? പൊടി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനത് പറ എന്നിട്ട് ഞാൻ പൊടിയാന്ന് പറഞ്ഞാൽ ആ പൊടിയിലേക്കാണ് ജീവശ്വാസം പുതിയപ്പോൾ ജീവനുള്ള ദേഹിയായി മാറിയത്. യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വചനവും നിന്റെ ശരീരവും കൂടെ ചേരുമ്പോഴാണ് വിടുതൽ വ്യാപരിക്കുന്നത്. When you receive the power of the word of God, what is coming out of the mouth of the Lord, the breath of the Lord, when it passes your mortal body, that's going to be wild. ഇന്ന് രാവിലെ നമ്മുടെ മർത്തി ശരീരത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് ആത്മാവിന്റെ വചനം, യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന ജീവന്റെ വചനം, അതാണ് എഴുന്നേൽപ്പിക്കുന്നത്. ഇന്നും അതേ ഉള്ളൂ മരുന്ന് കേട്ടോ. ആരൊക്കെ ശാസിച്ചാലും ഏതൊക്കെ വിവാദം വന്നാലും വചനം അകത്ത് കയറാത്തത്തോളം നമുക്കൊരു വിടുതലും ഉണ്ടാകാൻ പോകുന്നില്ല. സ്തോത്രം. ആരെങ്കിലും വിചാരിച്ചോ ഞാൻ പുഷ്പിച്ചു കിട്ടുന്നത്? ഇപ്പൊ പുതിയ പട്ടണത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം. കാരണം പണ്ട് 5 പൈസയും 10 പൈസയും കൊടുത്തിട്ട് പോയാൽ ഇപ്പൊ പുള്ളിയെ കുറിച്ച് 3ാമത്തെ വാഴ ബാക്കി പറയുന്നത്. ഒന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്? ഒരു പ്രോഗ്രാമിൽ വിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇരിക്കാൻ സമയമില്ല, ഡേറ്റ് കൊടുക്കാൻ സമയമില്ല. ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞു ഇന്നുമായിട്ടൊരു സാക്ഷ്യം പറയണം. നമുക്ക് പറഞ്ഞു പരന്ന മാറ്റം യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ വലിയ സാക്ഷ്യമാണ്. ആ സാക്ഷ്യം കഴിഞ്ഞ് അടുത്ത മീറ്റിംഗ് അറിഞ്ഞത് മലയാള വാക്യം അവനൊരു പ്രവാചകനാണെന്ന്. സ്തോത്രം. രണ്ടാമത്തെ സാക്ഷ്യത്തിൽ രണ്ടാമത്തെ വെളിപ്പാട് 27-ാം വാക്യത്തിലാണ് ഹല്ലേലൂയ പറയുന്നത്, നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ പ്രതിമാനും ശാസ്ത്രന്മാരോടൊക്കെ നോക്കുന്നത്. നോക്കിയേ എന്തുകൊണ്ടെന്ന പ്രോഗ്രാം അറേഞ്ച് ആയി നോക്കിയേ. 38-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ ദൈവപുത്രനാണെന്ന് പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് വരുന്നവർക്കല്ലാതെ ആർക്കും അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. എന്തൊക്കെ പ്രമാണങ്ങളും ഉറപ്പുകളും അവിടെ കൊടുക്കുന്നത്. 4 പ്രോഗ്രാം ഒറ്റ ദിവസം കിട്ടിയത്. നീ തോർത്തോ? അതാ ദൈവയുടെ അവസാനം 32-ാം വാക്യത്തിൽ അവനെ കണ്ട് കർത്താവേ എന്ന് പറഞ്ഞവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. വഴിയിൽ തുടങ്ങിയത ആരാധനയാണ് അവസാനിക്കുന്നത്. എന്തിനായി കഷ്ടത കൊണ്ടുള്ള ഗുണം? സ്തോത്രം. അയ്യോ എനിക്കൊരു ഭിക്ഷ തരണമേ എന്ന് നിലവിളിച്ചവനെ കൊണ്ട് പട്ടണത്തിൽ പരസ്യമായി ആരാധിപ്പിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി അന്ന് പകൽക്കാലം വെളിപ്പെട്ടു. ഇത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അബ്രഹാമിനെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ ആവർത്തിക്കുന്നു. ഒന്ന്, അബ്രഹാമിന്റെ മനസ്സിൽ ആ ദൂത് കേട്ടപ്പോഴേ യാഗം കൊടുത്ത പോലായിരുന്നു. കൈയും കാലും കെട്ടുമ്പോൾ മാത്രമല്ല, ആദ്യത്തെ ശബ്ദത്തിന് മുമ്പാകെ അതാണ് നമ്മൾ കേട്ടുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ കർത്തവ്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? സ്തോത്രം. യോഹന്നാൻ 4-ാം വാക്യം, യേശു രാത്രിയെയും അവന്റെ സഹോദരിമാരെയും ആ ഭവനത്തെയും സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഈ മരണം, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാൽ. അപ്പം ആ ദീനത്തിൽ നമുക്ക് യേശു പറയുക ഇത് മരണത്തിന് വേണ്ടിയല്ല. അതങ്ങോട്ട് ഏറ്റെടുത്താൽ പിന്നെ ബാക്കിയെല്ലാം ദൈവമഹത്വത്തിനാണെന്ന് ഓർത്താൽ മതി. അതുകൊണ്ടല്ലേ യേശു പിന്നെ ആവർത്തിക്കുന്നത് യോഹന്നാൻ 11:25 വിശ്വസിച്ചാൽ ദൈവത്തിന്റെ. ഞാൻ ആദ്യമേ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടാണ് വരുന്നത് ഇതെന്തിനു ദൈവമഹത്വത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ ആരംഭത്തിൽ തന്നെ സ്വർഗം അടി എഴുതിയിട്ട് ഇറ്റ് ടു റിവീൽ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. യേശുവിന് അവസാനം വരെയും കല്ലറ വാതിക്കൽ 4-ാം ദിവസം ഇതല്ലാതെ വേറൊന്നും പറയാനില്ല. നിങ്ങളുടെ കഷ്ടതയുടെ ആദ്യ മണിക്കൂറിൽ പറഞ്ഞ ദൂതല്ലാതെ വേറൊന്നും ദൈവം മാറ്റി പറഞ്ഞിട്ടില്ല. ഇതിനാലെ വിശ്വസിക്കണം. ഈ വിഷയം കൊണ്ട് കർത്താവ് എനിക്കൊന്നും ഗുണം. സ്വർഗത്തിനൊരു മഹത്വം ഉണ്ടാകാൻ പോകുന്നത്, സ്വർഗത്തിന് വിടുതൽ നടക്കാൻ പോകും. എല്ലാവരും അടങ്ങി പ്രാർത്ഥിക്കാം. കഷ്ടത കൊണ്ടുള്ള പ്രയോജനങ്ങൾ ബാക്കി ഓർപ്പിക്കാം. വിശ്വാസത്താൽ അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ പദം പല പ്രാവശ്യം ആവർത്തിച്ചു. I want to repeat that again. The faith which is not tested cannot be trusted. പരീക്ഷിക്കപ്പെടാത്ത വിശ്വാസം വിശ്വസിക്കുവാൻ കൊള്ളുന്ന വിശ്വാസമല്ല. കഷ്ടത വരുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? പൗലോസ് പറയുന്നു ഒരു വരമാണ്. ഞങ്ങൾ ഓർപ്പിച്ചല്ലോ, ഇത് സഹിക്കാനുള്ള ക്രമ തരാതെ ഒരു കഷ്ടത നിനക്ക് തരത്തില്ല. അതിനുവേണ്ടി ദൈവം തന്ന കൃപ
കൃപയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് രാവിലെ ആരാധനയിൽ ദൈവമകനോട് ഒരു ശിലോഹാവിന്റെ അനുഭവം ഇന്ന് രാവിലെ നമ്മുടെ സഭയിൽ ഉണ്ടാകുമ്പോൾ ആരും വന്നാലും അനുഭവിക്കുന്ന ആത്മീയ വിടുതൽ സ്തോത്രം. Share this morning and message that the Spirit of God has given me. ഞാൻ ഒരിക്കലും എന്നോട് സംസാരിക്കാത്ത ഒരു വചനം പ്രസംഗിക്കാറില്ല. I would preach a message that is not spoken to me. പരിശുദ്ധാത്മാവ് അകത്ത് എന്നോട് സംസാരിച്ച ദൂതാണ് പിന്നെ അത് പ്രസംഗമായി മാറ്റുന്നത്. And the Spirit of God inspires me the Word of God, and that's why 13 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമായി ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. 13 years ago the Spirit of God asked me a നാം question. ഇന്ന് രാവിലെ ആരാണെന്ന് ദൈവത്തിൽ പറയണം. This morning we have to say who we are in God. യാക്കോബാണോ യേശാവാണോ എന്ന് ഇന്ന് രാവിലെ തുറന്നു പറയണം. We have to openly admit who we are, whether we are Esau or Jacob. ഞായറാഴ്ച ഡിസംബർ മാസം അവസാന ഞായറാഴ്ച പ്രസംഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരുങ്ങി പ്രാർത്ഥിച്ചത്. I was preparing to give this message end of this month. കാരണം വർഷത്തിന്റെ അവസാന ഞായറാഴ്ച That would be the last Sunday of this month. അടുത്ത ആഴ്ച നമുക്ക് ചെറുപൊടി മീറ്റിംഗ് ആയതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ കുറവായതുകൊണ്ട് ഞാൻ ഈ ആഴ്ചയിലേക്ക് പ്രസംഗം സ്വിച്ച് ചെയ്തതാണ്. And I'm switching to this Sunday. ഈ മെസ്സേജിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: The title of this message, അതരം കൊണ്ട് ഞാനും നിങ്ങളും ബന്ധിച്ച വാക്കത്തെ അതരം കൊണ്ട് അഴിച്ചുവിടണം. we have to release the promises with our mouth. അല്ലെങ്കിൽ നാം വാഗൊണ്ട് ബന്ധിച്ച വചനത്തെ വാക്കത്തെ വാക്കുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വിടുവിക്കണം. The promises which we have tied with our mouth, the words of our mouth, we have to release with our mouth. ഇന്ന് രാവിലെ വെളിപ്പാട് പറയാം, ഒരു പിശാചും കൊണ്ടുവരാത്ത അനേക ബന്ധനങ്ങൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. There are many bondages that the devil has brought in our life. നിന്റെ കൂട്ടു സഹോദരൻ മനസ്സാവാചക അറിയാതെ വന്നു കയറിയ ബന്ധനങ്ങൾ എന്റെയും നിന്റെ കുടുംബത്തിലുണ്ട്. There are many bondages in our life which have come in here unintentionally. ഇന്ന് രാവിലെ നാം തന്നെ വരുത്തി വെച്ചത് നാം തന്നെ വിടുവിച്ചെടുക്കണം. If we brought those upon us, we should release those. ഇതൊരു സമർപ്പണത്തിന്റെ ആരാധനയാണ് ഇന്ന് രാവിലെ. This is the message of surrender. നിങ്ങൾക്ക് സ്തോത്രം പറയാം, You can say, നിങ്ങൾക്ക് ഉച്ചത്തിൽ ആരാധിക്കാം, you can worship, നിങ്ങൾക്ക് കണ്ണുനീർ ഒഴുക്കി ഇന്ന് രാവിലെ സമർപ്പിക്കുകയും ചെയ്യാം. you can shed tears. 31 രാത്രി ഒരു ആരും കാത്തിരിക്കണ്ട. Don't wait till the end of this year. ഇന്ന് രാവിലെ കഴിഞ്ഞ ആഴ്ച മുതൽ വ്യക്തമായ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്ഥലം നാം ആത്മാവിൽ കാണുന്നുണ്ട്. We have been seeing the Spirit of God moving among us. അതിൽ നിന്ന് ഒരു പടിയും കൂടെ അല്ലാതെ ഒരു പടിയും താഴോട്ട് ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. That point on. എന്തൊക്കെ മാറ്റാമോ എന്തൊക്കെ ചേർക്കാമോ അതിനുള്ള അവസരങ്ങളാണിത്. This is the opportunity to add things and move on. വളരെ ശക്തമായി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കണം. Let us pray powerfully. വാഗൊണ്ട് ബന്ധിച്ചത് ഇന്ന് രാവിലെ നാം വാഗൊണ്ട് അടിക്കാൻ We പോവുകയാണ്. are going to release that we is gone with our love. ഒരുപക്ഷെ ഇന്ന് രാവിലെ ബ്രേക്സും കേഴ്സും ഇതിന്റെ ശാപം മുറിക്കൽ ശുശ്രൂഷയൊന്നുമല്ല. I'm not going to, this is not a ministry of എന്നാൽ preaching. നമുക്ക് തന്ന ചില നാം വരുത്തി വെച്ച ശാപങ്ങൾ, നാം വരുത്തി വെച്ച ചിലത് ഇന്ന് രാവിലെ നാം തുറന്നു വിടണം. Whatever we brought upon ourselves, that we have to release this morning. രണ്ട് ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ കേട്ടത്. There are two questions that are posed. ഇസ്ഹാക്ക് മകനോട് ചോദിക്കുന്ന 27:18-19 മകനെ നീ ആരാണ്? Isaac is asking his son, who are you? അവൻ പറയുന്നത് ഞാൻ ഏശാവ്. He says, I am Esau. 20 വർഷങ്ങൾക്ക് ശേഷം 20 years later, സ്വർഗം അവനോട് ചോദിക്കുന്നു, heaven is asking നീ Jacob, ആരാണ്? who are you? അവൻ പറയുന്നത് യാക്കോബ്. He said, I am Jacob. 20 വർഷത്തെ ഇരുട്ട അന്ന് മുതൽ മാറിയത്. 20 years of darkness was removed. നീ ആരല്ലാതിരിക്കുമ്പോൾ ആരെന്ന് പറഞ്ഞോ? When you say that who you are, അന്ന് തലയിൽ കയറിയ ശാപങ്ങൾ ഇന്ന് മുതൽക്കാലം ആരാണെന്ന് പറഞ്ഞാൽ സ്വർഗം അഴിച്ചു മാറ്റും. that is Amen, what amen. curses will be നീ removed. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ Before you were born, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന വലിയ വാഗ്ദത്തം തലയ്ക്ക് മുകളിൽ സൂര്യനെ പോലെ കത്തി നിൽക്കുമ്പോൾ, there was a promise that the younger will serve the older, അതുപോലെ വചനമായി മുടങ്ങി നിൽക്കുമ്പോൾ, and the older would serve the നീ younger. പുറത്തു വരുന്നതിന് മുമ്പ് നീ ആരാകുമെന്നുള്ള ദൂത് നിന്റെ മുകളിൽ മുഴങ്ങി നിൽക്കുമ്പോൾ, When the promise is upon your head, അനേകം വീരന്മാർ ജനിക്കേണ്ട മനുഷ്യനാണ് നീ. you are a great man of God. പൗരോഹിത്യത്തിനായി ലേവി, Oh, you have been separated for രാജപുത്രനായ യഹൂദേ, and Judah was for ഹരിത്തന്മാരായ ശിമിയോനും യോസഫും ബെഞ്ചമിനും പുറത്തു വരേണ്ട മനുഷ്യൻ. Joseph and Simeon will have to come out വലിയ of you. വലിയൊരു രാഷ്ട്രമായി തീരേണ്ട മനുഷ്യൻ. How to become a great nation. ആരുടെയും മുമ്പിൽ തലകുലിക്കാതെ സകലരെയും അനുഗ്രഹിക്കാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ. You are a man separated for great works of God. യജമാനാകേണ്ട നീ എങ്ങനെ ദാസനായി? Oh, you are supposed to be ruling how നീ എങ്ങനെ ലാഭമായി
തീരുമാനിക്കാൻ പോകുന്നത്. That is the bondage that നീ has ആരായി തീരുമാനിക്കുന്ന സ്വർഗത്തിന്റെ വാഗ്ദത്തത്തെ there is a heavenly promise upon your life. എന്തോ ഒരു ലാഭത്തിന് വേണ്ടി, Oh, for some short-term profit. എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി Oh, for some short-term gain. ഞാൻ എന്റെ സ്വരം മാറ്റി, പേര് മാറ്റി, സ്വരൂപം മാറ്റി, Oh, I'm changing my name, my appearance. അന്ന് വന്നു കഴിഞ്ഞ ശാപത്തെ ഇന്ന് പകൽക്കാലം എന്റെ വാവുകൊണ്ട് തന്നെ ഞാൻ അടിച്ചു മാറ്റണം. Curse that came upon you that day, this morning it has to be released. ബന്ധനമഴിക്കാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, Before you pray that the bondage is പ്രവാചകനെ removed. തേടി പോകുന്നതിന് മുമ്പ്, Before you seek out for the prophet. ബന്ധനം വന്നതിന്റെ കാരണം കണ്ടുപിടിച്ചാൽ Understand why the curse ഈ came. മകൻ തുറന്ന് ഒരു സ്വർഗം നിന്റെ മുമ്പിലുണ്ട്. Hallelujah. Open heaven before you. ഒറ്റവാക്കിൽ വന്നു കയറിയ ബന്ധനത്തെ നമുക്ക് ഇന്ന് രാവിലെ ഒറ്റവാക്കിൽ തുറന്നു വിടാം. Just one word you can release that bondage. ഏഴാഞ്ചിന്റെ ഒന്നിങ്ങനെ വായിക്കുന്നു, Genesis chapter 5 verse number നിങ്ങൾ 1. സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. You have been called for freedom. നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണം. You should stand still. ഇത്രയും അടിമതുടത്തിൽ കുടുങ്ങി പോകരുത്. Don't get entangled in slavery. സദൃശ്യം 18:21. ഓവർ 18:21. In Proverbs 18:21. മരണവും ജീവനും നിന്റെ നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. Oh, in your mouth there is life and death. അവയെ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം കൊണ്ട് അനുഭവിക്കും. For people who like that, they will experience the fruit. ഞങ്ങൾ ഈ പറഞ്ഞ ആരും വലിയ പിടിയൊന്നും കിട്ടത്തില്ല. Oh, you will not understand what they are saying. എന്നോട് ദൈവം നേരിട്ട് ചോദിച്ചപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയത്. God asked me directly, that's when I understood. 20 വർഷമായ ശാപമാണ് രാവിലെ മുറിഞ്ഞു മാറാൻ പോകുന്നത്. Oh, that 20 years old curse is going to be 20 released. വർഷങ്ങൾക്ക് ശേഷം After 20 years. യാബോക്ക് കടവിൽ വെച്ച് Oh, on the bank of river Jacob. സ്വർഗ്ഗം അവരോട് ചോദിച്ചു, But heaven is asking me the question. സത്യം തുറന്നു പറയുന്ന രാവിലെ Tell the truth this morning. നീ ആരാ? Who are നീ you? ഏശാവാണോ Are you Esau? അതോ നീ യാക്കോബാണോ? Are you Jacob? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. You have to bless me, I will not let you എന്നോ go. കരഞ്ഞു കൂടുന്ന കാല് പിടിക്കുമ്പോൾ When you are catching hold of the angels, സ്വർഗ്ഗത്തിന് അറിയണം heaven wants to നീ know. ആരാണെന്ന്. Who are you? നീ പറഞ്ഞ കുട്ടി ചില വിഷയങ്ങളുണ്ട്. There are certain things that you have ഇന്ന് said. രാവിലെ ഞാൻ അതിനെ ഒന്ന് പണിയാൻ പോവുകയാണ്. I'm going to build that up. നീ നിന്റെ വാക്കുകൊണ്ട് പൊളിച്ച വാക്തത്വം, Oh, the promises that you have broken നിന്നെ today, അവരെ കൊണ്ട് വന്ന് നീ വരിഞ്ഞു കിട്ടിയ വചനത്തെ oh, the words that you have bound in നിന്റെ the രാവിലെ mouth. പണിയാൻ നീ തയ്യാറാണോ? Are you ready to build that? ഞാൻ ഈ മൂന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകും. Do you understand the meaning? നിങ്ങളുടെ അത് പണിയുവാൻ ഇന്ന് രാവിലെ തയ്യാറാണോ? Are you ready to build that up? തലയ്ക്ക് മുകളിൽ കറങ്ങുന്ന ഒരു വചനത്തെ എനിക്ക് കാണാം. I can see a promise over my head. ഇതുവരെ നിവൃത്തിയായിട്ടില്ല. It has not been fulfilled yet. നിൽക്കേണ്ട വ്യക്തികളല്ലല്ലോ. You are not supposed to be ordained. അതല്ലാതെ നിങ്ങളെ കുറിച്ചുള്ള ദൂത് There is a great promise over your life. ഇതല്ലായിരുന്നല്ലോ. This was not the നിങ്ങൾ promise. ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തി അല്ലല്ലോ. You are not supposed to be ordained. ഇസ്രായേലാകേണ്ടവൻ ഇങ്ങനെ അടിമയായി പോയത്. Oh, a person who is supposed to be in ആദ്യമായിട്ട് അന്യദേശത്ത് എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി നീ? already became a servant. എന്നിട്ട് ഇപ്പൊ ഇദ്ദേഹം പറയുക, And then he is saying, നമ്മൾ 32 അധ്യായം മുന്നോട്ട് വായിക്കുമ്പോൾ, come to verse chapter 20. 22 വായിക്കുമ്പോൾ, And verse number 22 നീ onwards. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. I would not let you go unless you bless me. ഈ പറഞ്ഞ കേട്ടോ നമുക്ക് തോന്നും, But when we hear that, ആദ്യമായിട്ട് ദൈവം നിങ്ങളെ കാണുന്നത്. oh, it would seem that God takes him for the first time. പേര് മാറ്റി പറഞ്ഞപ്പോൾ, Oh, when he changes നിന്റെ his കൈയും മലരിയ തലയും മലരിയ ഏശാവിന്റെ ഉടുപ്പും മലരിയ ആടിന്റെ രോമം കൊണ്ട് നീ പൊതിഞ്ഞു മറച്ചപ്പോഴും when he lied to his dad, ഇതെല്ലാം കാണുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. God was watching him. നീ അപ്പന്റെ വീട് വിട്ടിറങ്ങിയപ്പോഴും At the moment you left ഈ his house, രാജാവ് മരണഭീതി മുടങ്ങുമ്പോഴും there was the fear of death inside you. ആരുമില്ലാത്ത അവസ്ഥയിൽ You were in loneliness. വീട് വിട്ട് മൈലുകൾ ദൂരെ, And you are far away from your house. ഭവനം അതിദൂരെ, Oh, your destination is far away. നടുവിൽ നീ ഭയപ്പെട്ട് കിടന്നുറങ്ങുന്ന രാത്രിയിലും And that night when you were sleeping, എല്ലാം നഷ്ടപ്പെട്ട ഒരു കല്ല് മാത്രം you തലയടിയായിരിക്കുമ്പോൾ had a stone and rock as your pillow. നീ അന്ന് രാത്രി ബദേലി പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? Do you remember what you said in Bethel? 28:16. Genesis 28:16 says, ഇവിടെയുണ്ട് സത്യം. it's true that God is here. ഞാനോ അത് അറിഞ്ഞില്ല. But I did not know that. അറിഞ്ഞു. Whose fault is that? ദൈവം ഉണ്ടായിരുന്നു, God was there. ഞാൻ അറിഞ്ഞില്ല. But I did not know. എന്താ അറിയാത്തത്? Why didn't you know? കുഴപ്പം കാണിച്ച് കുഴപ്പത്തെ കാണിച്ച് നീ ഓടിപ്പോയത്. Because you made a mistake. നീ സ്ഥലം മാറ്റി പറഞ്ഞു. You changed your നീ name. സ്വരൂപം നീ മാറ്റി. You changed your appearance. രോഗം കൊണ്ട് പൊതുജാലം തീർന്നാലേ വിഷയം. This cannot be resolved. നീ ആരാണെന്ന് സത്യം തുറന്നു പറയണം. But you have got to do your. എന്നെ വിടാതെ സ്വർഗ്ഗം പുറകെ ഉണ്ടായിരുന്നു. And heaven was behind അപ്പോൾ you. ഇവൻ പറയാം, ഞാൻ അറിഞ്ഞില്ല. What is that? I did not know. ആരുടെ കുഴപ്പമാണ്? Whose fault is that? സഹോദര സഹോദരി, Oh, dear brother and ദൈവമൊന്നും sister. പോയിട്ടില്ല. God has not gone anywhere. എഴുതുന്നുണ്ട്. Hallelujah. കൊച്ചു കുഞ്ഞുങ്ങളെ നിന്നോട് പറയട്ടെ, Your children, let me tell നീ you. സ്വരം മാറ്റിയാലും If you change your ഒരു voice, പേര് മാറ്റിയാലും change your name, നിന്റെ രൂപം മാറ്റിയാലും change your നീ appearance, പഠിക്കുന്ന സ്കൂളിലും കോളേജിലും യാത്ര ചെയ്യുന്ന വാഹനത്തിലും നിന്നെ കാണുന്ന ദൈവമുണ്ട്. the God who sees you, നീ വീട്ടിലാണെങ്കിലും if you are at home,
going here and there and casting out the demons. These are the basic principles of breaking the curse. ഇന്ന് പകൽക്കാലം അടിവേര് മുതൽ അറുത്തു മാറേണ്ട ശാപങ്ങളെ അങ്ങനെ മുന്നോട്ട് പോകണം. Proceed that way. അനുഭവം പറഞ്ഞു I'm തരുന്നത്. telling you my experience. 20 വർഷം മുമ്പ് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോ When I started out with ഒരു God, വാക്യം തന്ന ദൈവനെ വിളിച്ചത്. God gave me just one ബൈബിൾ അറിയാം, word. ബൈബിൾ കോളേജ് പഠിച്ചിട്ടില്ല, I didn't study in Bible പക്ഷെ college, ബൈബിൾ എനിക്കറിയാമായിരുന്നു. but I knew Bible. കർത്താവിന്റെ വാക്യം തന്നു. And God gave me a verse. അങ്ങനെ വിലാപങ്ങളുടെ പുസ്തകം 4 അധ്യായം 4 വാക്യം. Lamentations 4:4. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും മുറുക്കി കൊടുക്കുന്നില്ല. Children ask for bread, but nobody is breaking it unto them. വചനം മുറുക്കാൻ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. I have called you to bring up word. ഒറ്റവിളിയല്ലാതെ നിന്റെ മേൽ വേറൊന്നുമില്ലെന്ന് പറഞ്ഞു. This is the only calling you have. ജോലിക്ക് പോകുമ്പോൾ അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായി നിൽക്കുമ്പോൾ I was having appointment letter for a എന്റെ job. പിതാവ് പറഞ്ഞു, My father said, ഒരു 3 ദേവദാസന്മാർക്ക് ആരാധന വയ്ക്കാൻ പോകും. let us go to ask some servants of God. പ്രവാചകന്മാരെ എനിക്ക് ഇഷ്ടമാണ്. And I like talking ഞാൻ about പറഞ്ഞു, it. ഞാൻ ജോലിക്ക് പോകത്തുള്ളൂ. But I said, I will go to work. അപ്പോയിന്റ്മെന്റ് ഓർഡർ വെച്ചിട്ടുണ്ട്. And I have appointment order with എന്റെ me. പിതാവ് ആദ്യം എന്നെ കൊണ്ടുപോയത് My father took me. വാര്യവേലി വാനാച്ചമ്മനെ കർത്താവിന്റെ ദാസൻ I എടുക്കുന്നു. went to great servants of God. രണ്ട് മുട്ടൊക്കെ എന്നെ കണ്ടില്ല പുള്ളി. He didn't see me before. കാലൊക്കെ മടക്കി മുട്ട കഴിഞ്ഞ് ഇരിക്കുക. And he was kneeling. ആ 20 പേര് അവിടെ ആ തിങ്കളാഴ്ച വാര്യവർക്കുണ്ട്. There 20 people were there. എന്റെ പിതാവിനെ അറിയാം. And he knows my father. അറിയത്തില്ല. He doesn't know me. പ്രാർത്ഥന നടക്കുന്നതിനിടയ്ക്ക് Between ഞാൻ ചെറുത് കയറുമ്പോൾ when I went in, 2 മിനിറ്റിനുള്ളിൽ within 2 minutes, ദൈവദാസിങ്ങനെ പറഞ്ഞു, and he said this way. എന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പത്രം കീറി കളഞ്ഞിട്ട് എന്റെ പുസ്തകം എടുത്ത് ഇറങ്ങാമോ? Here and there, appointment letter up and come after എവിടെ me. പോയി നമ്മുടെ പ്രവാചകന്മാർ? Oh, where are the prophets? അവിടെ തന്നെ കൊണ്ടുപോയി പിറ്റേ ദിവസം And next day I was ഞാൻ saying, അന്നേരം പറഞ്ഞില്ല പോകാമെന്ന്. I didn't decide there. അടുത്തിരിക്കുന്ന സ്ഥലത്ത് TS മാത്യു എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസൻ. Another servant of God whom I went to. എനിക്ക് വലിയ പരിചയം, എന്റെ പിതാവിന് ഇഷ്ടമുള്ള ആളാണ്. My father loves that person. ഞാൻ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ When I went in there, 3 നേരത്തെ ഉപജീവനം കളഞ്ഞിട്ട് എന്റെ വചനം കൊടുക്കാമെന്ന് ചോദിക്കുന്നത്. he said, go, come after me, come after the ministry. എന്നെ കൊണ്ടുപോയത് 4 വർഷം മുമ്പ് നമ്മുടെ വന്ന പാസ്റ്റർ ജയജോന്റെ വീട്ടിലെ കൊണ്ടുപോയത്. And then I went to Pastor J. John's house. അവിടെ ഒരു ഉപവാസം നടക്കുക. There is fasting prayer going on. ജയജോട് അറിയാവുന്ന കർത്താവിന്റെ I ദാസൻ. know him from my childhood. എന്നോട് പറഞ്ഞു, നിന്റെ ബുദ്ധിയുടെ പ്രമാണം കാത്തു വെച്ചാൽ God, put down the word of knowledge. ഞാൻ നിന്റെ വചനം എന്റെ നാവിൽ I തരാമെന്ന്. am going to keep my words unto your mouth. അപ്പൊ എന്നെ കർത്താവ് വിളിച്ചത് വചനം പ്രസംഗിക്കാനാണ്. My God called me to preach the word. ആദ്യത്തെ 1 വർഷം ശക്തമായി പ്രസംഗിച്ചു. First year I preached powerful. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ട്രെൻഡ് മാറി കേരളത്തിൽ. And after that the trend in Kerala. കൺവെൻഷൻ പ്രവാസികൾക്ക് ഭയങ്കര ഡിമാൻഡ്. Oh, people love to അങ്ങനെ ഈ convert. കൺവെൻഷൻ പ്രസംഗിക്കുന്നവരുടെയൊക്കെ ടോൺ ശ്രദ്ധിച്ചു. And I listened to the throne of ഈ മാഷാ ഇംഗ്ലീഷ് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. I rather be Matthew and them were shouting. ഇന്നത്തെ പോലെ കുട്ടിപ്പുറം പ്രസംഗമൊന്നും ഇല്ല അവിടെ. But they were preaching powerfully. എന്തെങ്കിലും വാക്യം വായിച്ച് ഓടി നടക്കുന്നൊന്നുമില്ല. They would not just run around. ചില സ്റ്റൈലുണ്ട്, ചിലർ തലേ നടക്കത്തുള്ളൂ. Now they had different styles. ഞാൻ എന്റെ നൂലൊക്കെ മാറ്റി വെച്ചു. And I changed the way I preach. കുറച്ച് 2 ആഴ്ച മെനക്കെട്ട 2 കുറിയൊക്കെ കാണാൻ പറ്റും. I learned certain things. ഇവിടെ നിർത്താൻ അറിയാം. I know how to say those things. മലപ്പുറം തൊട്ട് കാസർഗോഡ് വരെ പോകുമ്പോൾ ഈ മുസ്ലിങ്ങളുടെ ഭാഷയൊക്കെ പാട്ടൊക്കെ ഉണ്ട്. മന്തോളിൻ സോദരൻ എന്നൊക്കെയുള്ള പാട്ട്. There are അതൊക്കെ കൂടി കാണാൻ പഠിച്ചു. and I learned certain things. തിരുവനന്തപുരത്ത് പറയേണ്ട കുറച്ച് ഐഡിയ ഉണ്ട്, അത് പഠിച്ചു. And I learned certain things to preach in different ways. ചന്ദ്രനിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം അവിടെ നിന്ന് നക്ഷത്രങ്ങളിലേക്ക് ദൂരം 2 ആഴ്ച മെനക്കെട്ട കാണാൻ പഠിക്കാം. 2 ആഴ്ച മെനക്കെട്ട അത് ഒഴിച്ചും പോട്ടാ നിങ്ങള്. മോളോ 15 സെക്കൻഡ് മതി, പക്ഷെ കാണാൻ പഠിക്കാൻ 2 ആഴ്ച മെനക്കെട്ടാ മതി. ഒരു സയൻസ് എല്ലാം കാണാൻ പഠിച്ചു. And I learned all the strength. അറിയാവുന്ന ഫിസിക്സ് ഒക്കെ കാണാൻ I പഠിച്ചു. learned all the science and physics. പിന്നെ കുറെ കഥാപ്രസംഗം പാട്ടും. Then I learned some. 1.5 മണിക്കൂർ നിർത്താൻ പറയാൻ തുടങ്ങി. I started preaching continuously for an hour and a half. ആൾക്കാരൊക്കെ 10 പ്രസംഗം മതി കേട്ടോ, 10 പ്രസംഗം. I only did 10 different messages. ആൾക്കാരൊക്കെ ചെയ്യേണ്ടത്. People gave me a hand. നല്ല രസം കേട്ടിരിക്കാൻ. Oh, it is very interesting. എന്തൊക്കെ രസമെന്നറിയാം. Oh, it is so interesting. ഇത്ര വലുതല്ല, യൂട്യൂബ് തുടങ്ങിയിട്ട് പോലും ഇല്ല. You can start. കോഴിക്കോട്ട് പറഞ്ഞു തിരുവനന്തപുരത്ത് ആരും അറിയത്തില്ല. Oh, if you say one thing, other person does not know. ചങ്ങനാശ്ശേരി ചൊല്ലി കുർബാനയൊന്നും അവിടെ ആരും അറിയത്തില്ല. If you preach in mountains, 4 വർഷം അങ്ങനെ പോയി. 4 years went that way. സ്വർഗം എന്നെ വിളിച്ചു. One day heaven called me. ചോദിച്ചോയില്ല, And asked me നീ about ഇപ്പോൾ കയ്യിൽ പൊതിഞ്ഞു കെട്ടിയിരിക്കുന്ന രോമം, what you have in your hand. നിന്റെ ഹല്ലേലൂയ നീ വാ കൊണ്ട് പറഞ്ഞത് The thing that you said with your mouth. യാക്കോബല്ല യേശാവാ. You are saying Esau. ഇന്ന് രാവിലെ അത് പൊളിയണമെങ്കിൽ, Hallelujah. ശുശ്രൂഷയിൽ ജനം വിടുവിക്കപ്പെടണമെങ്കിൽ, People have to be delivered in your നീ ministry. കേറി നിന്നാൽ വചനം ഞാൻ മുറിച്ച് നിന്നെ വായിത്തരാം. I will break the word and read in your mouth. നീ ഇന്ന് രാവിലെ യാക്കോബെന്ന് പറഞ്ഞാൽ This morning if you admit, ഞാൻ നിന്നെ പ്രയോജനപ്പെടുത്താന്ന് പറഞ്ഞു. I will make you useful. തന്റെ തലയിൽ പോയത് പണത്തോടുള്ള ആർത്തി, And that way അന്ന് തന്റെ തലയിൽ പോയത് സ്ഥാനത്തോടുള്ള മാനത്തോടുള്ള ആർത്തി, the love for position,
went away. എന്നെ കൊണ്ട് വച്ചാൽ പോലെ എനിക്കൊന്നും വേണ്ട I എന്നാൽ don't want those things these days. സ്വർഗം പറഞ്ഞ് വചനം മാത്രം പറഞ്ഞാൽ മതി. I will only preach the word. ഇതുകൊണ്ട് രാവിലെ എനിക്ക് ധൈര്യത്തോടെ പറയാം, Hallelujah. ദൈവവചനം ശുശ്രൂഷിക്കല്ലാതെ So I'm preaching of the എനിക്ക് word. വേറെ ഒന്നിനോടും താല്പര്യമില്ല. Not anything else. കാരണം നാം ആരാണ്? സ്വർഗം പറഞ്ഞു, For heaven has നീ called us. യേശുവല്ല. You are not his എന്റെ son. അപ്പച്ചനോട് പേര് ചോദിച്ചു, Your father asked your name. എന്താ മോനെ പേര്? Oh, what is your name? കണ്ണു കാണാത്ത ഇന്നൊക്കെ അറിയാത്ത യേശുവാക്കി ചോദിക്കുക. Oh, Isaac is blind and knowledge. ആരാ മോനെ വന്ന് നിൽക്കുന്നത്? Oh, who are you? ഞാൻ യേശുവിന്റെ വീട്ടിലുള്ള പേര് പറയുന്നു. And he said, I am Esau. ഞാൻ യേശാവ്, I'm Esau. വേട്ടക്കാരൻ, മനസ്സിലായി. I am hunter. വളരെ ഒരു നാണക്കേടാണ് സാധുശീലർ കൂടാരവാസി എന്നൊക്കെ പറഞ്ഞ നാണക്കേടാണ്. He said, I am Esau, I am hunter. നാലുപേരുടെ മുമ്പിൽ വരെയുള്ള പേര് പറയണ്ട. And it was a very powerful ഞാൻ name. വേട്ടക്കാരനാണ്, Oh, I am a hunter. skillful hunter. I am a skillful hunter. മക്കളെ കുറിച്ച് പറയുന്നത് മൈൽഡ്മാനെന്നാണ്. Oh, another person is a mild man. മൈൽഡ്മാനല്ലേ നല്ലത്? Oh, mild person is better. Mild person is ആർക്കും not വേണ്ട, good. ഞാൻ മൈൽഡ്മാൻ. It's not horrible. So I want to be a wild man. And I want to be a wild man. അപ്പോൾ ഞാൻ വേട്ടക്കാരനാണ്, Oh, I am a hunter. കൂടാരവാസിയാണ്. Oh, ഉപവാസം, പ്രാർത്ഥന, അഭിഷേകം ഇതൊക്കെ പുള്ളിക്ക് താല്പര്യം. oh, he is only interested in anointing. ജീവൻപാടുന്നതിനെ Oh, he is only interested in കൂട്ടുകാർ prayer. നമ്മളെ പറഞ്ഞ് കൊള്ളത്തില്ല, നിന്നെ കൊള്ളത്തില്ല. Oh, you are not good for anything. ഈ കാണിക്കുമ്പോൾ ഞാൻ മനസ്സഞ്ചാരിയ, Oh, if you say that I am a great person, ഞാൻ മാനത്തെ ഫീൽഡ്, ഞാനാ നാളെ നടക്കുന്നവൻ. I am a man of the field. മനസ്സഞ്ചാരിയാന്ന് പറ. Oh, I go travel. അന്ന് നീ ബന്ധിച്ചതോ നിന്റെ പേരുള്ള വാർത്ത പറ. That will be a new bondage on you. ലോകം കീഴ്മേൽ മറിക്കേണ്ട നീ Oh, you are supposed to turn the world upside down. അറിയാമല്ലോ. You know the story. ഞാൻ ഈ പറഞ്ഞതിന്റെ കാരണം ഇതാ. This is what I'm saying. യോബിന് 38 നാം ഇങ്ങനെ വായിക്കുന്നു. Job 38:2. അറിവ് കൂടാത്ത വാക്കുകളാലെ യഹോവയുടെ ആലോചനയെ ഇരുളിലാക്കി നീ ആരാണെന്ന്. You are turning the promises of God into darkness. നിന്നോടുള്ള വാസത്തെ നീ ഇരുട്ടിലാക്കി. Oh, you turn those promises into darkness. നിന്നോടുള്ള ദൈവത്തിന്റെ ദൂതിനെ നീ ഇരുട്ടിക്കൊണ്ട് കളഞ്ഞത്. When you put those promises into darkness, അഹങ്കാരത്തോടെ നീ എപ്പോഴെങ്കിലും by the proudness, എന്നോട് ഇടപെട്ട ദൈവാലയം നിന്നോട് പറയും, I'm telling you the message that God gives നീ you. ആരെങ്കിലും ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ If you have ever said to somebody, എനിക്ക് വരുമാനമുണ്ട്, oh, I have so much income, ഞാൻ വിളിച്ചാൽ എന്റെ കൂടെ നിൽക്കാൻ 10 പേരുണ്ട്, there are people following ഞാൻ me. ആരാണെന്ന് അറിയാമോ? Do you know who I ഈ am? അഹങ്കാരത്തോടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ You never said something. ആ തലയിൽ കയറിയത് ഈ ശാപം. There is a curse on you that നീ day. വിളിച്ചു വരുത്തി കഴിഞ്ഞത് ഈ ശാപം. You had invited the curse in your ഇതിനെ life. അത് സമ്മതിക്കണം, ഞാൻ മനസ്സഞ്ചാരി അല്ല, This morning you admit I am ഞാൻ not a hunter. വേട്ടക്കാരനല്ല. I am not a hunter. എന്റെ നഷ്ടപ്പെട്ട കൃപയുടെ കാരണം, The reason I lost the grace, ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കാത്തതിന്റെ കാരണം, the reason the promise ഞാൻ is ഭാവിക്കേണ്ടതിന് നീ ഭാവിച്ചുയർന്നു. I started thinking again. ഞാൻ എന്തല്ലയോ ഞാൻ ആണെന്ന് പറഞ്ഞു. I said I am somebody. എന്ന് പറഞ്ഞാൽ കൃപയുടെ പാപത്തിൽ വീഴണം. The feet of the Lord is rolling. ഞാൻ അതാണ് നിന്റെ വാക്യത്തിൽ ബന്ധിച്ചത്. This is what caught the promise. എന്താ ഈ യാഗോക്ക് ദൈവം ആവശ്യപ്പെടുന്നത്? What is God requiring? ആ പ്രഭാത യാമത്തിൽ That very early morning, സ്വർഗ്ഗം അവനെ തൊട്ടപ്പോൾ when heaven touched him, അവൻ വിളിച്ചു പറഞ്ഞു. and he started yelling. ആലോചിക്കേണ്ട വേദന Oh, he is in pain. പറ്റുമോ? Can he say? വിളിച്ചു പറഞ്ഞു. Or he yelled, ഞാൻ യാക്കോബ്. I am Jacob. സൗണ്ട് മതി കേട്ടോ. That's enough. എട്ട് ദിക്കും പൊട്ടുന്ന രീതിയിലുള്ള There was a big resounding voice. എന്താ എന്റെ ദൂതൻ? What is 20 വർഷത്തിനപ്പുറത്തേക്ക് പോകുന്ന ഒരു ശബ്ദം. Oh, that voice traveled 20 years back. അന്ന് ആ ഇരുട്ടുമുറിയിൽ Oh, he went to that നീ dark. അപ്പന്റെ മുമ്പിൽ Oh, before you നീ found it. ഏശാവെന്ന് പറഞ്ഞ് ബന്ധിച്ച വാഗ്ദത്തത്തെ Oh, you said you were Esau. പൊട്ടിക്കുന്ന ഒരു ശബ്ദം. That voice broke that. ഞാൻ യാക്കോബ്. I am Jacob. ഞാൻ മനസ്സഞ്ചാരിയല്ല, I am not a hunter. ഞാനൊരു സാധുശീലനാ. And I am a simple man. ഞാൻ നിന്റെ സ്വഭാവം എന്താ മാറിയെന്നറിയാമോ? You know why you are നീ me? അല്ലാത്തതല്ലെന്ന് പറഞ്ഞു. Because you tried to be somebody. സാധുശീലനായ നിന്നെ But you are a simple, humble നിന്നെ man. കുസ്തിക്കാരനാക്കി മാറി അങ്ങോട്ടാ. Oh, you started to become a man. കിഴക്കരുടെ ദേശത്ത് ചെന്നപ്പോ Oh, you went to a different land. സുമാറുന്ന ഇടയന്മാരോട് തല ഉണ്ടാക്കേണ്ടി വന്നു. Oh, you started fighting with other shepherds. കൂടാരവാസി എങ്ങനെ മനസ്സഞ്ചാരിയായി മാറി? Oh, how did he become a man of the field? ഇത് ഞാൻ ചോദിക്കുക, Then let me ask you. ഇത് ആരുടെ സ്വത്താണ്? Oh, who processed all this? വേട്ടക്കാരന്റെ മനസ്സഞ്ചാരിയുടെ ശാപമാണ് രാവും പകലും അലയുന്നതും കുത്തിക്ക് പോകുന്നതും. Oh, he is fighting with the shepherd because he has the curse നീ on you. ഇതുപോലെ തലയിൽ വലിച്ചു കയറ്റില്ല. You invited that curse on you. സാക്ഷ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? Do you remember the testimony? ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിന്റെ Genesis chapter 31, 32 തൊട്ട് 40 വരെ 38 to 40. ഇപ്പൊ എന്നും സാക്ഷ്യം പറയുക. And in the testimony every day. 7-7-6 776. മനസ്സിലായല്ലോ? 20 വർഷത്തെ കണക്കാ പറഞ്ഞത്. This is a calculation of 20 years. അല്ല 27 വർഷം.
ഓക്കെ, അടുത്ത ആൽബർട്ട് 7 വർഷം, പിന്നെ ആറിനും മാറിനും വേണ്ടി 6 വർഷം. എല്ലാ കാര്യവും പറയും. കർത്താവിന്റെ കട്ടത് കാണുന്നില്ലയോ? Lord, I did not see my toil. രാവിലെ ഇതൊന്നും പറഞ്ഞു വളർന്നണ്ട കേട്ടോ. Don't share that here. ചരിത്രം മുഴുവൻ ദൈവത്തിന് അറിയാം. God knows your history. ഈ രാവിലെ പേര് പറയണ്ട, You don't have to mention a ഭാര്യമാരുടെ പേര് പറയണ്ട, You don't have to say anybody's wife. മക്കളുടെ പേര് പറയണ്ട. Don't say children's name. ഇടയ്ക്ക് കേട്ട് പറഞ്ഞു, And he said this way. ഞാൻ വെയിൽ കൊണ്ട് തളർന്നു, Oh, I am tired by sports here. ശീലം കൊണ്ട് തണുത്തു, Oh, I am tired by the cold. എന്നും കള്ളന്മാരുടെ കുറ്റി ഉണ്ടാക്കേണ്ടി I വന്നു. have to fight with the shepherds all the ആ time. കുഞ്ഞെ നിന്നോട് ഞാൻ ചോദിക്കുക, Let me ask you a ഏറ്റവും നിനക്കുള്ളതല്ലായിരുന്നല്ലോ. This was not for you. വേട്ടക്കാരന് വെയിൽ വേണം, വേട്ടക്കാരന് മനസ്സഞ്ചാരിക്കും, ശീലം കൊണ്ട് തടുക്കണം, വേട്ടക്കാരന് മൃഗങ്ങളോട് യുദ്ധം ചെയ്യണം. നീ വലിച്ചു കയറ്റി ചാവോ? Oh, you have invited this thing upon yourself. എന്ന് പറയുന്നത് തിരിച്ചറിയണം. I understand this morning. ഇവിടെ നമുക്ക് ആ ശാപം പൊട്ടിക്കണം. We have to break that curse ഈ here. വാക്ക് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കൂട്ടിയിട്ടുണ്ടെങ്കിൽ, We have said ഈ something. ആർക്കെങ്കിലും നേരെ വിരല് ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ, We have pointed against നീ somebody. വിശുദ്ധനാണെന്ന് നിനക്ക് തോന്നി, If you think that you are നീ holy, വിശുദ്ധയാണെന്ന് നിനക്ക് തോന്നി, if you think you are holy, മറ്റുള്ളവരെ ആക്ഷേപിച്ചാൽ, if you are mocking others, അവൻ ഹൃദയത്തിൽ നിഷ്കളങ്കനാണെങ്കിൽ, and if he is innocent, അവൻ ഹൃദയത്തിൽ നിഷ്കളങ്കനാണെങ്കിൽ, Oh, hallelujah. അവരുടെ ദൈവം സ്വർഗ്ഗത്തിലെ ദൈവമാണെങ്കിൽ, his God is നീ God. അറിയാതെ വലിച്ചു കയറ്റുന്ന ഈ ശാപം, The curse will come upon you. ഇന്ന് പകൽക്കാലം ശാപം പൊട്ടിക്കാൻ ഓടിക്കിടക്കുന്നതിന് മുമ്പ് Before you run around to break the curse, ഇവിടെ ഇരുന്ന് നമുക്ക് കാര്യം കണ്ടുപിടിക്കാം. here itself we have to resolve it. ഇന്ന് രാവിലെ എത്ര പേർക്ക് തയ്യാറാകാൻ How പറ്റും? many of you can be ready? എന്റെ മേൽ വന്നുകഴിഞ്ഞ ഈ ശാപത്തെ എനിക്കൊന്ന് അറുത്തു മാറ്റണം. Hallelujah. Come upon my life, I want to remove it. ദൈവം ചില ക്ലൂ ഒക്കെ തരും കത്തി. ചുസ്റ്റൊക്കെ ചോദിക്കുമ്പോൾ ദൈവം give the clue to just understand what is the exact answer. Sometimes God will give us clues. എനിക്ക് മനസ്സിലായ ക്ലൂ നോക്കണേ. This is a clue I understood. ഭാര്യമാരെയൊക്കെ അങ്ങനെ കിടത്തി. And he sent his family across. അപ്പൊ പുള്ളി ഇവിടെ ഇരിക്കുക. And he is on the other side of the river. You know what is the name of that brook? What's the name of the brook? അതൊക്കെ പറഞ്ഞോട്ടെ. യാബോക്ക്. പുള്ളിയുടെ പേരെന്താ? ആ രണ്ടും ഒരുപോലെ സിമിലർ. It sounds very similar. ഇത്രയൊക്കെ പോലെ ഇതിന്റെ കാര്യം മനസ്സിലാകുന്നു. യാബോക്ക് കടവിന്റെ അരിക്കെ കൊണ്ടിരുത്തിയപ്പോൾ യാക്കോബിന് മനസ്സിലായി ഞാൻ ഏശാവല്ല യാബോക്കാണ്, യാക്കോബാണ്. He was sitting on next to the തൊട്ട് ദൈവം നിന്നെ കടന്നു പോകുമ്പോൾ when God is going very close to you. തിരിച്ചറിയണം പേര് വെളിപ്പെടുത്താൻ സമയമായി. Remember that it is time to reveal your reality. ദൈവം വിഷയങ്ങൾ നിരത്തി വെക്കുമ്പോൾ, When God brings those issues in your life, പ്രതീക്ഷിക്കാതെ വന്നു കയറുമ്പോൾ, unexpected നീ things happen. ആഗ്രഹിക്കാത്തത് ഇടിച്ചു കയറുമ്പോൾ, When those things come in your life, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ലെന്ന് നീ വാദിക്കുമ്പോൾ, so when you are saying, Lord, you have to bless me. മോഹേനെ ഇറക്കിയും ദൂതന്മാരെ ഇറക്കിയും സ്വർഗം വാഗ്ദത്തം ഉറപ്പിക്കുമ്പോൾ, So when God is sending his ladder down, ദൈവത്തിനെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വെളിപ്പാടുണ്ട്. God is giving him a hint. നീ എവിടെ പോയാലും ഈ കോവേനയ്ക്ക് വ്യത്യാസമൊന്നുമില്ല കുഞ്ഞെ. So wherever you go, the ladder is still going to be നീ same. എവിടെ പോയാലും ദൂതന്മാരുടെ എണ്ണം ഞാൻ കുറയ്ക്കത്തില്ല. Wherever you go, you will still have angels around you. സത്യം പറഞ്ഞെന്നെ കേൾപ്പിക്ക്. Or else give me a testimony. 20 വർഷം നിങ്ങൾക്ക് ആഹാരം മുടക്കിയോ? Or did I ever നീ എന്നോട് ചോദിച്ചില്ല എനിക്ക് കഴിക്കാൻ ആഹാരം വേണം. You asked me for food. ഞാൻ എനിക്ക് ആഹാരം തന്നു. I gave you food. നീ എന്നോട് ചോദിച്ചില്ല ധരിപ്പോ വസ്ത്രം വേണം. You asked me for clothes. ഞാൻ ഇതുവരെ കുറച്ചോ? Or did I ever cut it നീ off? എന്നോട് പറഞ്ഞില്ല കൂടെ ഇരിക്കണമെന്ന്. Or you asked me to be with you. ഞാനത് കുറച്ചോ? Did I ever cut it off? പക്ഷെ ഇന്നും നിനക്ക് ഏഴിന്റെ ഒരു സ്റ്റെപ്പും നേടാൻ പറ്റിയിട്ടില്ല. But you have never climbed a step on that എന്താ ladder. കാരണം? What is the reason? ഓൾറെഡി ഇല്ലാഞ്ഞിട്ടോ? Not because there is no നിന്നെ ladder. ഉയർത്തുവാൻ കഴിവുള്ള ദൂതന്മാരില്ലാഞ്ഞിട്ടോ? Because there are no തലയ്ക്ക് angels. മുകളിൽ വാഗ്ദത്തം ഇല്ലാഞ്ഞിട്ടോ അല്ല. Because you don't have ഇത് promises. യാക്കോബിന് കയറാനുള്ള കോവേനയാ. Because this is a ladder for Jacob. ഏശാവിന് കയറാനുള്ളതല്ലെന്ന്. This is not a ladder for Israel. Hallelujah. വചനത്തെ ഇന്ന് പകൽക്കാലം അതിന് തുറന്നു Hallelujah. Admit before God. ഇനി അഭിഷേകം നഷ്ടപ്പെടുത്തിയ വചനത്തെ ഇന്ന് പകൽ തുറന്നു വിടണം. You have to openly admit before God. ഒരു വാക്ക് സമ്മതിച്ചാൽ It would have happened നീ before God. കണ്ടിട്ടില്ലാത്തത് കാണത്തക്കോണം. Or you have things that you should see. നീ കേട്ടിട്ടില്ലാത്തത് കേൾക്കത്തക്കോണം. Things that you have not നീ heard. പറഞ്ഞിട്ടില്ല അത് പറയത്തക്കവണ്ണം. Things that you have never ഇന്ന് spoken. രാവിലെ കൃപയിലേക്ക് ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. God has a plan to lift you up in grace. നിന്നെ അഡ്രസ് കളയിപ്പിച്ച, Or things that have changed നിന്റെ your വീട് നിന്നെ വിടുവിപ്പിച്ച, Or things that have നിന്റെ delivered. സഹോദരനുമായി നിന്നെ ശത്രുതയിലാക്കിയ, Things that have turned yourself കാണുന്നവരെ മുഴുവൻ നിന്നെ ശത്രുക്കളാക്കി മാറ്റിയ, Things that have turned the people നിന്നെ against ആ you. വാക്കുള്ളത് ഇന്ന് പകൽ ഏറ്റുപറഞ്ഞാൽ If you admit that is what God. 20 വർഷത്തെ ഇരുട്ട് മാറാൻ പോവുകയാണ്. Darkness for 20 years is going to come. രാവിലെ സമർപ്പിച്ചു കൊടുക്കും. You have to ready to surrender. നമുക്ക് പോകാം 32 അധ്യായത്തിലേക്ക്. Let's go to chapter 32. അതിന് 27 തൊട്ട് വായിച്ചോട്ടെ. Verse number 27 onwards. 32. അവൻ അവനോട് ചോദിച്ചു,
ചോദിച്ചതിന് ആ. യാക്കോബ് എന്നാണ് ഉത്തരം ആ. പറഞ്ഞു. ആ. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് പിന്നെ വിളിക്കും. ഇത് ഞാൻ 20 വർഷം മുമ്പ് നിന്നോട് പറഞ്ഞ ദൂതാണ്. This is the message I gave you 20 years This is the before. right time it's going to accomplish. This is the time it's going to be accomplished. നല്ല പഠിക്കേണ്ട വല്ല കാര്യമുണ്ടായി. There is no reason to fight with me so long. 10 പ്രാവശ്യം പ്രതിഫലം മാറ്റുന്നവന്റെ കൂടെ താമസിക്കേണ്ട വല്ല കാര്യം ഉണ്ടാകുമോ? Well, there's no reason to stay with that person Laban. നീ പറയുന്നതിനെ അനുഗ്രഹിച്ചാൽ വിടത്തില്ല. You're saying you have to bless me, Lord. What kind of blessing you need? എന്ത് അനുഗ്രഹം വേണം? Oh, what kind of blessing you need? ആടുമാടുമല്ല കേട്ടോ. Oh, it's not that this sheep anymore. പുള്ളിയും വരെയുള്ള കിട്ടുമ്പോഴുണ്ട്. Because he has plenty of those. അത്രയ്ക്കും എടുക്കാനാണ്. Oh, he is so capable. അതുകൊണ്ട് ആ കാര്യം ആരും ചോദിക്കും. He's not asking that. കുടുംബമല്ല. Or he's not asking ഒന്നിന് that. രണ്ടെണ്ണമുണ്ട് കൊടുക്കും. Because he has a great family. ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാമോ? അതിന് പിള്ളേരല്ല കേട്ടോ. Oh, he's not asking for children. 11 കൂട്ടത്തിൽ He നടക്കുന്നത്. has 11 children. ഇടത്തും വലത്തും നടക്കുന്നത്. Oh, both sides. അപ്പൊ പിള്ളേരെയാണ് ചോദിക്കുന്നത്. Not asking for children. ആളല്ല Not ചോദിക്കുന്നത്. asking for sheep. വീടല്ല Not ചോദിക്കുന്നത്. asking for house. കാരണം വീട് വെക്കാനുള്ള എല്ലാം കയ്യിലുണ്ടായിരുന്നു. Oh, he had everything to build a house. കാരണം പെരിയെ കഴിഞ്ഞ ഉടനെ സുപ്പത്തി വീട് വെക്കുന്ന Oh, വായിക്കുന്നത്. he built a house in Sukkot. വണ്ടി നിറച്ച് സാധനമൊക്കെ വീടൊക്കെ വെക്കാൻ. Oh, he had everything അവിടെ പിന്നെ available. എന്താ ഈ അനുഗ്രഹം? What is blessing? ഉൽപ്പത്തി പുസ്തകം 41-ന്റെ 8-9 വായിക്കുമ്പോൾ This is 41, 8 and 9. അവിടെ നമ്മിങ്ങനെ വായിക്കുന്നുണ്ട്. We read there. 47 അല്ല അവിടെ ഇങ്ങനെ 47 47. അവിടെ ഫറവോന്റെ കൊട്ടാരത്തിൽ നിൽക്കിയ പുള്ളി. And he is standing in Pharaoh's court. മോൻ അങ്ങോട്ട് കൊണ്ടുപോയി വീടായിട്ട്. And the son took him there. നാട്ടിലേക്ക് ഇത്ര നാളിന്റെ അപ്പത്തെ കഷ്ടപ്പെട്ടതല്ലേ നമുക്ക് ഇമിഗ്രന്റ് ആയിട്ട് ഈജിപ്തിൽ പോകുന്നത്. And Jacob was in Egypt. ഈ കണക്കി അടിച്ച് പാസ്സാക്കിയിട്ടുള്ള നിൽക്കുമ്പോ And he is standing before Pharaoh. എന്താ ജോലി? What is his job? അയ്യോ എടുത്ത് പറയാണ്. എത്ര വയസ്സായി? He lifted his hand. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? Have we ever said that? 85, 45, 90 എന്നൊക്കെ പറയാൻ നിങ്ങൾ ഭയങ്കര മിടുക്കരാ. I can say 85 years old, 95 years എന്താ പറഞ്ഞറിയാമോ? old. You know what he said? എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരം. Oh, 130 years old is my life. കഷ്ടതയുടെ നിന്ദതയുടെ അപമാനത്തിന്റെ ഒറ്റ പദവിലാക്കില്ല. He never said anything, the suffering that he went through. ഇതൊക്കെ പറയുന്ന ഏശാവ് അയ്യോ കൊണ്ടുപോയി ഇല്ലേ എന്നൊക്കെ കരുതുന്ന ഏശാവാ. Esau would always be complaining about Israel. ഇസ്രായേലിന് കംപ്ലൈന്റുമായി വരത്തില്ല. Oh, Israel will not complain. അവൻ കൈ ഉയർത്തി അനുഗ്രഹിക്കുന്നില്ല. He raised his hand and blessed. ഒരു രാജ്യത്തിന്റെ രാജാവിനെ Oh, he is blessing the king. അന്നത്തെ കാലത്ത് Chapter 48, 8 and 9. യോസേഫ് തന്റെ 2 മക്കളായ എഫ്രൈമിനെ മനസ്സിനെ കൊണ്ടുവന്നു. And Joseph brought his 2 sons, Ephraim and Manasseh, because Jacob. പിള്ളേർ 50-50 കേട്ടോ. The kids are 50-50. യഹൂദനായ അല്ലെങ്കിൽ ഇസ്രായേലിനായ യോസേഫിന്റെ മക്കളും And Israelite, Joseph's kids. ഈജിപ്തിലെ പോത്തിഫറിന്റെ മകളായ ആസനത്തിന്റെ മകളുമാണ്. And their mother was the Egyptian. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് നിർത്തിയിരിക്കുന്നത്. And they were before. പക്ഷേ അപ്പത്തൊരു കാര്യം മനസ്സിലായി. And his father realized, എനിക്കൊരു അനുഗ്രഹമുണ്ട്. I have a blessing. ശാപത്തിൽ നിന്ന് കൃപയിലേക്ക് ഇറങ്ങി കൊടുത്താം. You can raise your hand from curse to blessing. എഫ്രൈമിൽ ജനിച്ച 2 പിള്ളേരാ. These kids are born here. അവരുടെ അമ്മ മിസ്രൈമിലാക്കിയ. Their mother might be Egyptian. മിസ്രൈമിയാ. The mother might be പക്ഷേ Egyptian. കൃപയിൽ കൊണ്ടുണ്ടെങ്കിൽ എന്റെ ഒരു അനുഗ്രഹം ഉണ്ട്. But I have a blessing to bring them to grace. ഏശാവ് എല്ലാം ഞാനത് സമ്മതിച്ചപ്പോൾ And I admitted, confessed that I am not ശാപത്തിൽ നിന്ന് ജാതീയ ബന്ധത്തിൽ നിന്ന് ചില ഉയർത്തുന്ന കൃപയോ ആ ധൈര്യത്തിൽ വ്യാപരിച്ചതോ. I had the blessing to bless other people. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Do you understand this? ഒരു വാക്കിൽ സമ്മതിച്ചാൽ If you confess with one word, ഏത് ശാപത്തെ നിലക്കഴിക്കാം. God can release. Hallelujah. ഉയർത്തിയാൽ If you raise your hand, മിസ്രൈം ബന്ധനം അസർ അഴിയും. the Egyptian bondage. Hallelujah. ഓക്കേ, നീ ആരാണെന്ന് സമ്മതിച്ചാൽ If you confess who you are, 20 വർഷത്തെ കെട്ടുകൾ അഴിയും. 20-year-old bondages would break. 49-ന്റെ 1 തൊട്ട് അവസാന വരെയുള്ള വാക്യങ്ങൾ Chapter 49, 1 to the last word. അവരുടെ മക്കളെ മുന്നിൽ പിടിച്ചു നിർത്തി. The 12 sons were lined up. അകലത്തിനെ കൈകൊടുത്ത് അനുഗ്രഹിപ്പാൻ. And he raised his hand and blessed each one of them. തന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ കൂട്ടല്ല, But not like his father Isaac. നിശ്ചയത്തോടെ With the confidence. വ്യക്തമായ വാക്കുകളോടെ It was so clear. വരും തലമുറയ്ക്ക് For the future generation. യുഗങ്ങൾ കഴിഞ്ഞാലും തീരാത്തവണ്ണമുള്ള The blessings that would continue. അനുഗ്രഹം പകർന്നു കൊടുക്കത്തക്കവണ്ണം The blessings that will continue in the next generation. സ്വർഗ്ഗമോനെ അനുഗ്രഹിച്ചു. Heaven blessed him so much. ഇതായിരുന്നു യാക്കോബിന്റെ ഉദരത്തിൽ വെച്ച് അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നോടുള്ള വാഗ്ദത്തം. This was the promise unto you, Jacob, from the womb. അല്ലാതെ വെയിൽ കൊണ്ടും ക്ഷീണം കൊണ്ടും അല്ലെങ്കിൽ പ്രതിഫലം മാറ്റിയും ആട് നോക്കിയും അമ്മാവിന്റെ കൂടെ നടന്ന് കളയുവാനുള്ളതല്ല ഇരുന്നു കഴിയുമോ? Your life was not to be wasted with Laban your uncle. അറ്റ്ലീസ്റ്റ് നീ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. At least now you confess. എങ്കിൽ അവർ ചോദിക്കട്ടെ, Let me ask you a question. ഈ 12-ാം മാസം 18-ാം തീയതി രാവിലെ This day of this month, നിങ്ങൾക്ക് സമ്മതിക്കാമോ? can you confess? എവിടെങ്കിലും നിങ്ങൾ സ്വരം മാറ്റിയിട്ടുണ്ടെങ്കിൽ, If you have changed your voice, സ്വരം നീ മാറ്റിയെങ്കിൽ, if you have changed the voice that you are, പെന്തിക്കോസ്തുകാരി എന്ന രൂപം നീ മാറ്റിയെങ്കിൽ,
മാറ്റിയെങ്കിൽ, If you change your appearance somewhere, സകലമുള്ളവനെന്നുള്ളതിന്റെ ഭാവം നീ മാറ്റിയെങ്കിൽ, if you change your praise somewhere, താഴ്മയുള്ളവളെന്നുള്ളതിന്റെ സ്വരം നീ മാറ്റിയെങ്കിൽ, or if you change your voice in some areas of your life, ഇതാണ് പറയുന്നത്, ഞാൻ ഏശാവല്ല, ഞാൻ യാക്കോബാ. confess this morning that I am not Esau, ഞാൻ I am അലഞ്ഞു Jacob, നടക്കുന്ന വനസഞ്ചാരിയല്ല. or I am not a hunter, എങ്ങും കണ്ടുപിടിക്കാതെ or he would not prosper, രണ്ടവകാശം വിട്ടുതുലയ്ക്കണ്ട. or he lost his birthright, ഭാവിക്കട്ടെ അനുഗ്രഹം നഷ്ടപ്പെടുത്തുന്ന or he would lose his blessing. ഞാൻ ഏശാവല്ല. I am not that Esau. പോകുന്നിടത്തൊക്കെ കാലിലോട്ടുന്നിടത്ത് പ്രയോജനപ്പെടേണ്ട യാക്കോബാണ് ഞാൻ. I am a Jacob who would bless other people. യാതൊരു കൊണ്ട് നിർമ്മിച്ച വചനത്തെ ഇന്ന് രാവിലെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. I am going to confess with my mouth tonight, God myself. അടുത്ത 10 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് അവസരം തരാൻ പോകുകയാണ്. I'm going to give you an opportunity ഒരു to നാളെ കണ്ണനെ ഇന്ന് രാവിലെ ദൈവത്തിൽ പൊളിച്ചാൽ, if you can shed a drop of ഈ tears, വചനത്തിന്റെ മുമ്പിൽ നീ ഇന്ന് രാവിലെ ഒന്ന് തകർന്നാൽ, if you break yourself before the Lord, ദൈവത്തിന് പണിയാൻ പോകുകയാണ്. God is going to build you. എത്ര പഴക്കമുള്ള ശാപത്തെയും തല്ലി തല്ലി അടിച്ചു വെക്കുന്നത് പോലെ ഇന്ന് രാവിലെ സ്വന്തം പണിയും. Your hurt might be old age, but God is going to break that. യാക്കോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ And he said, I am Jacob. അടുത്ത വാക്യം നാം ഇങ്ങനെ ഉൽപ്പത്തി 32 22 വാക്യം വായിക്കുന്നത്, And we see in the next verse, അവന്റെ തലയ്ക്ക് മുകളിൽ സൂര്യൻ ഉദിച്ചു. and the sun shone, പെരിയെ കടന്നു പോകുമ്പോൾ അവന്റെ തലയ്ക്ക് മുകളിൽ സൂര്യൻ ഉദിച്ചു. the sun rose up over his head. അവന്റെ ആത്മീയം എടുത്തു നോക്കിയാൽ And if you take his spiritual life, 22:10 അവന്റെ തലയ്ക്ക് മുകളിൽ സൂര്യൻ അവസാനിച്ചു. Genesis 28:10, the sun was setting on his അവന്റെ head. തലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. And when you reach that place, the sun was setting on his head. അന്ന് അണഞ്ഞത് അവന്റെ തലയ്ക്ക് മുകളിൽ ആത്മീയ സൂര്യൻ. The spiritual sun was setting on his head that day. തൊട്ട് കഴിഞ്ഞപ്പോൾ അണഞ്ഞ സൂര്യൻ ഉദിച്ചു. When God ഹൗലിയൊക്കെ വെടിച്ചു. Hallelujah, hallelujah. A single touch of the Lord, a single word of confidence, He is going to bring by the sun up right now. ഇതിന്റെ വാസ്തവങ്ങളെ ഇത് തലയ്ക്ക് മുകളിൽ ഉറപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുന്നു. God has the power for the sun to rise up in your life. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എനിക്ക് വലിയ പ്രസംഗം ഇന്ന് രാവിലെ ആവശ്യമില്ല. ഇന്ന് പകൽക്കാലം ദൈവസഭയൊന്ന് തയ്യാറായിക്കാട്ടെ ഒരു സമർപ്പണത്തെ. God waits for the last day of this month.